ജനിച്ചു വളർന്നൊരു കുഗ്രാമത്തിലാണ്. വലിയ കാട്, ഒരു ഭാഗം മുഴുവൻ വലിയ വനമാണ്, മറുഭാഗം മുഴുവൻ റബ്ബർ തോട്ടമാണ്. ഒരു 10,000 ഏക്കർ എൻ്റെ നടുവിലാണ് ഞാൻ ജനിച്ചത്. 5000 ഏക്കർ എൻ്റെ അല്ല, KP ഓന്നാൻ്റെ ആയിരുന്നു. ഇപ്പം അവിടെ എയർപോർട്ട് വരാൻ പോവാണ്. 5000 ഏക്കർ തോട്ടം എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു മതിപ്പിനെ പറ്റി തോന്നിയതാണ്. അത് KP ഓന്നാൻ്റെയാണ്. അപ്പോൾ നാടുമായിട്ടൊരു ബന്ധമില്ല, ഇങ്ങനെ വികാസം പ്രാപിച്ച ടൗണുകളുമായിട്ട് ബന്ധമില്ല. പക്ഷെ കർത്താവിനെ അറിഞ്ഞപ്പോൾ എൻ്റെ പ്രാർത്ഥന, കർത്താവിൻ എൻ്റെ കൂടെയുള്ള നിയോഗം, ഒരു കാര്യം പറയാം, ഈ കൈകൊണ്ട് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെട്ട മലയാളിയെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. ചിലതൊന്നും നമുക്ക് പുറത്തു വിടാൻ പറ്റില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കരങ്ങൾ കർത്താവിന് വേണ്ടി ഏൽപ്പിക്കുന്ന ദൈവദാസന്മാരെ, നാനാജാതി മതസ്ഥരെ മുക്കിപ്പൊക്കാനുള്ള കയ്യാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. സഹോദരിമാരും പ്രാർത്ഥിക്കണം. നിങ്ങൾക്കും ചില ശുശ്രൂഷകൾ ദൈവം തന്നിട്ടുണ്ടല്ലേ. പ്രാർത്ഥിക്കണം, ദൈവദാസന്മാർ പ്രാർത്ഥിക്കണം. ഈ കരം കർത്താവിന് വേണ്ടിയുള്ളതാ. ആ കരം കൊണ്ട് നിരവധി ആളുകളെ പാപത്തിൻ്റെ കുഴിയിൽ നിന്ന് വലിച്ചെടുക്കാൻ ഈ കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിടുതലിന് ശക്തി വ്യാപരിക്കാൻ. ഒരു പ്രാർത്ഥനയും വെറുതെ പ്രാർത്ഥിക്കരുത്. ഫലം കാണാത്ത പ്രാർത്ഥനകൾക്കല്ല, ഫലമുള്ള പ്രാർത്ഥനകൾക്ക് വേണ്ടി ദൈവജനം ഒരുങ്ങുകയും തയ്യാറെടുക്കുകയും ചെയ്യണം. ആ ഫലമുള്ള പ്രാർത്ഥന ഈ സ്റ്റേജിലെ പ്രാർത്ഥന മാത്രമല്ല, മുഴങ്കാലിൽ ശക്തിപ്പെട്ടിരുന്ന് പ്രാർത്ഥിച്ച് ഒരു ദൂത് പറയാൻ ഒരുമ്പെട്ടാൽ ആ കരം വെച്ച് പ്രാർത്ഥിച്ചാൽ ഒരു വിടുതൽ ഉറപ്പാണെന്നേ. അതിന് പാസ്റ്റർമാരെ മാത്രം ആകണമെന്നില്ല, നിങ്ങൾക്കും കൊണ്ടൊരു വരം. നമ്മൾ വിശ്വാസികളുടെ രാജകീയ പൗരോഹിത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. തിരുവെഴുത്ത് പഠിച്ചു വരുമ്പോൾ പണ്ട് ചെയ്തു വച്ച പല പ്രവൃത്തിക്കും കാലമേറെ കഴിഞ്ഞാണ് ദൈവത്തിൻ്റെ മറുപടി വരുന്നതെങ്കിലും അതിൻ്റെ അടിസ്ഥാനം വലുതാണ്. അതുകൊണ്ട് ഒരു കണ്ണീരും വൃഥാവല്ല, ഒരു പ്രാർത്ഥനയും വൃഥാവല്ല, ഒരു വേദനയും വൃഥാവല്ല. ചിലപ്പോഴൊക്കെ ആരാധന മുടങ്ങിപ്പോയ സന്ദർഭങ്ങൾ നിയമവശാൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ചില ദൈവദാസന്മാർക്ക് ജീവിതത്തിൻ്റെ കനത്ത പീഡകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആ കണ്ണീരിൽ കൊണ്ട് ജയിലഴികളെ, ജയിലറകളെ മുഴുവൻ ഒരു കണ്ണീർ കടലാക്കിയ പ്രിയപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും സഭയുമൊക്കെ ഒത്തുചേർന്ന് പ്രാർത്ഥിച്ചത് ഒരു പരാജയമായില്ലെന്ന് മാത്രമല്ല, ഒരു വലിയ വിജയം. ഒന്ന് പറഞ്ഞ് അവിടെ വിട്ടേക്കാം. വിശ്വാസത്താൽ നമുക്കൊന്നുകൂടി ഈ ചരിത്രത്തോട് വിളിച്ചു പറയാം, ഈ അന്തരീക്ഷത്തോട് വിളിച്ചു പറയാം, ഈ ദേശത്തോട് വിളിച്ചു പറയാം, ഞങ്ങൾ ഇന്ന് വിതയ്ക്കുന്ന വചനം ഒരു ദിവസം ഫലം കായ്ക്കും. അത് കൊയ്തെടുക്കാൻ ഞങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരിക്കാം, പക്ഷെ ഒരു പുതുതലമുറ അത് കൊയ്തെടുക്കാൻ ഇതുവഴി വരും. അതിൻ്റെ ഉപഭോക്താക്കളായി കടന്നു വരും. അവർ പ്രസംഗിക്കും. അവർ പ്രസംഗിക്കുന്ന ആ വചനത്തിന് ജീവനുണ്ട്. അതതിൻ്റെ പ്രവൃത്തി ചെയ്യുക തന്നെ ചെയ്യും. ഉണർവ്രസംഗരായ ദൈവദാസന്മാരും സഹോദരിമാരും ഈ കാൽവറി എന്നല്ല പറയുന്നത്, കാൽവറി, ഗോൽഗോഥ. ഒരു വൈബ്രേഷൻ ഭയങ്കരമാണ്, പക്ഷെ അത്രയും വൈബ്രേഷൻ വേണ്ട, അതിനുള്ള വലിപ്പമില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഈ ഗോൽഗോഥയ്ക്ക് തന്നെ നാണം വരും. നമ്മൾ ഈ വല്ലാതെ കാൽവറി അത്രയും പോകണ്ട. സ്തോത്രം. പിന്നെ അതൊക്കെ ഈ വൈബ്രേഷനൊക്കെ ഇല്ലെങ്കിൽ ഒരു സന്തോഷമില്ല. ഈ കർത്തൃമേശയൊക്കെ നടത്തുമ്പോൾ പാസ്റ്റർമാർ കരയുന്ന പോലൊരു ടോണിൽ സംസാരിക്കുന്നവരുണ്ടോ? ഇവിടെ ഒരു തോവിനെ അടിച്ചു, അതൊരു ശബ്ദമല്ല, അത് കരച്ചിലൊന്നും അല്ല. അപ്പം എന്നോട് ചോദിക്കും, ഉപദേശി എങ്ങനെയാണ് കർത്തൃമേശ നടത്തുക? ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ആ ടോണ് വന്നില്ലേ വിശ്വാസികൾ നമ്മളെ സ്ഥലം മാറ്റും. മനസ്സിലായില്ലേ? ഇയാളെയാണോ ഇങ്ങോട്ട് വിട്ട്, വേറെ ആരും ഇല്ലായിരുന്നോ? കാരണം എന്താ? ഒരാത്മീയ സന്തോഷമില്ല. നമ്മളെ സംബന്ധിച്ചോളം ആത്മീയ സന്തോഷം വരുന്നത് എങ്ങനെ? ആ വൈബ്രേഷൻ ഇടേണ്ട ഇടത്ത് വൈബ്രേഷൻ ഇട്ട് സംസാരിക്കണം. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. തുടരാം. 24 തുടരാം. 1 മുതൽ 2 വാക്യങ്ങൾ. യേശു ദൈവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദൈവാലയത്തിന് പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ലിവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആമേൻ.
അനുഗ്രഹിക്കപ്പെട്ട ഈ വചന ഭാഗത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചത്, വിശകലനം ചെയ്തത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമന ചിന്തകളാണ്. അത് ഏകദേശമൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു തീർത്തു. എന്നാൽ ഇതിനും ഒരനുബന്ധമുണ്ട് ഇന്ന് വായിച്ചിടത്ത്. യേശു കർത്താവ് നേരെ നടത്തുന്ന ഒരു പ്രവചനം. ഇത്തരം പ്രവചനങ്ങളൊക്കെ യേശു കർത്താവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി പ്രവാചകന്മാർ പറഞ്ഞതെങ്കിൽ ജീസസ് ഹിംസെൽഫ് ഫോർടോൾഡ് ഹിയർ, മുൻകൂട്ടി കർത്താവ് ഇവിടെ പറയുന്ന ചില ഭാഗങ്ങളാണ് ഇപ്പോൾ വായിച്ചത്. നമുക്ക് ഈ വിഷയമൊന്ന് പരിശോധിക്കാൻ ആദ്യം മഹത്തായ യെരുസലേം എന്ന ആ ഭൂപ്രദേശത്തെ പറ്റി ഒരു ഗ്രാഹ്യമുണ്ടാകണം. ആ യെരുസലേമിൽ വെച്ച് യേശു നടത്തുന്ന പ്രവചനം ഒലിവുമലയിലേക്ക് ചെല്ലുമ്പോൾ തുടരുന്നു. യെരുസലേം എന്ന പദം 2 പദങ്ങളുടെ സമന്വയമാണ്. ഊർ എന്നും ഷാലോം എന്നും പറയും. അതിൻ്റെ അർത്ഥം സമാധാനത്തിൻ്റെ പട്ടണം. സമാധാനത്തിൻ്റെ പട്ടണം എന്നർത്ഥമുള്ള ഈ സ്ഥലം ഇതിനോടകം ഏതാണ്ട് 450ഓളം ഏറ്റുമുട്ടലുകളുടെ ഭൂമിയായി. ചെറുതും വലുതും 450-ൽ പരം ഏറ്റുമുട്ടൽ. ലക്ഷക്കണക്കിന് മനുഷ്യർ ജീവത്യാഗം ചെയ്യേണ്ടി വന്ന മണ്ണ്. ലോകത്തിലെ ഏറ്റവും വലിയ തർക്കഭൂമി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മതപരമായ ചിന്തകൾക്ക് വേണ്ടി, രാഷ്ട്രീയ ചിന്തകൾക്ക് വേണ്ടി അടരാടി മരിച്ച മനുഷ്യരുടെ സ്ഥലം. ഒറ്റ വാക്കിൽ പറയാം, ചോര പുതച്ചുറങ്ങുന്ന മണ്ണ്. അതുകൊണ്ട് സങ്കീർത്തനത്തിൽ പണ്ടേ പറഞ്ഞു, യെരുസലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ. ഈ നഗരത്തെ യേശു കർത്താവ് അഭിസംബോധന ചെയ്ത് അവിടേക്ക് വരുമ്പോൾ യെരുസലേമിൻ്റെ നായകനെ കണ്ട് ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടതിന് പകരം കല്ലെറിയാൻ ആളുകൾ തുനിഞ്ഞു. സമാധാനത്തിൻ്റെ നായകനായവൻ, ദാവീദിൻ പുത്രനായവൻ ആ സ്ഥലത്തേക്കെത്തുമ്പോൾ കല്ലെറിയാൻ അടുത്തു വരുന്ന ജനതയെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, വളരെ ചിന്തനീയമായ കാര്യം. യെരുസലേമേ, യെരുസലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളേ. ഇതൊക്കെ നീ ചെയ്തെങ്കിലും കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ കാത്തു സൂക്ഷിക്കും പോലെ നിന്നെ ഹൃദയത്തോട് ചേർക്കാൻ, സംരക്ഷിക്കാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. നിങ്ങൾക്കോ മനസ്സായില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് ഒരു ദിവസം നിങ്ങൾ പറയും. അത് പറയും വരെ, ആ നാൾ വരുന്നത് വരെ ഇനി ഞാൻ നിങ്ങളെ കാണുകയില്ല, നിങ്ങൾ എന്നെ കാണുകയില്ല. അതാണ് ശരിക്കും. ഈ പ്രസംഗം പറഞ്ഞ യേശു കർത്താവ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അറസ്റ്റ് വരിച്ചു. അറസ്റ്റ് വരിക്കപ്പെട്ടവൻ വിചാരണ ചെയ്ത് ക്രൂശിക്കപ്പെട്ട് മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടു. ഞാനീ പ്രസംഗിക്കുന്ന സമയം വരെ തിരിച്ച് പ്രകടമായ വിധത്തിൽ അവരിലേക്ക് ചെന്നിട്ടില്ല, പ്രത്യക്ഷതകൾ ഒഴിച്ചാൽ. പക്ഷെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ, പറഞ്ഞത് യേശുവെങ്കിൽ ഒരു ദിവസം അവിടെ വരിക തന്നെ ചെയ്യും. അതാ നമ്മുടെ എല്ലാ അനുഭവം. കർത്താവ് പറഞ്ഞതൊന്നും നടക്കാതിരുന്നില്ല. നാം ചിന്തിച്ചതൊക്കെ ചിലപ്പോൾ നടക്കാതെ പോയിട്ടുണ്ട്. കർത്താവ് പറഞ്ഞതൊന്നും നടക്കാതിരുന്നിട്ടില്ല. യേശു പറഞ്ഞതൊന്നും സംഭവിക്കാതിരുന്നിട്ടില്ല.
കർത്താവിൻ്റെ വലിയ വാക്കുകളുടെ ആഴമോർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കണം. ഒപ്പം തന്നെ വിളിക്കുന്ന ഏതൊരു ദൈവമക്കളും ആത്മാവിലൊരു ദൂതിനെ സ്പർശിക്കാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കണം. ഇതിൽ ചരിത്രവും പ്രവചന വിഷയങ്ങളും മറ്റു പല കാര്യമൊക്കെ വരുമെങ്കിലും വ്യക്തിപരമായൊരു ദൂത് ഇതിലൂടെ പ്രകാശിക്കും. അത് ജനഹൃദയങ്ങൾക്ക് വിടുതലായി മാറണം. ഈ ദേശത്തിന് സമഗ്രമായ മാറ്റമായി മാറണം. ഹല്ലേലൂയ. അപ്പോൾ ഇനി ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് കിടക്കാം. ആദ്യം ഈ പശ്ചാത്തലം ഒന്ന് ഗ്രഹിച്ചിട്ട് ആന്തരികമായ വിഷയങ്ങളിലേക്ക് ഇറങ്ങണം. എന്താ പശ്ചാത്തലം എന്നറിയണ്ടേ? സ്ഥലം പറയാം ആദ്യം. ഊർ ഷാലോം അല്ലെങ്കിൽ യെരൂശലേം. യെരൂശലേം വിശാലമായൊരു ഭൂപ്രദേശമാണ്. അത് യഹൂദിയായുടെ ക്യാപിറ്റലാണ്. പക്ഷെ പ്രശ്നം, നമ്മൾ ശ്രദ്ധിക്കുന്ന യെരൂശലേം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ദേവാലയവും പരിസര പ്രദേശങ്ങളുമൊക്കെ ഉൾക്കൊള്ളുന്ന ആ കാമ്പൗണ്ട് വാളും ചുറ്റവും എല്ലാം കൂടെ ചേർത്ത് 8.3 ഏക്കേഴ്സ് ലാൻഡേ ഉള്ളൂ. ചുറ്റുമൊക്കെ സ്ഥലമുണ്ട് യെരൂശലേം എന്ന് പറഞ്ഞ്. പക്ഷേ ഈ ദേവാലയ പരിസരം ഉൾക്കൊള്ളുന്ന ശ്രദ്ധേയമായ തർക്കഭൂമിയുടെ വലിപ്പം 8.5 ഏക്കറോളം, 8.3 ഏക്കേഴ്സാണ്. 8.5 ഏക്കർ വിസ്തൃതിയുള്ളതും ഒരു മനുഷ്യൻ്റെ കാൽപാദത്തിൻ്റെ ആകൃതിയോടുകൂടി കിടക്കുന്നതും 5 മലകൾ കോർത്തിണക്കി രൂപപ്പെട്ടതുമായ ഒരു പട്ടണത്തിൻ്റെ പേരാണ് ഊർ ഷാലോ. ഇന്ന് നമ്മൾ അവിടെ ചെന്നാൽ ഈ 5 മലകൾ കാണാൻ പറ്റില്ല. 4 എണ്ണം കാണാം. അതിൽ ഒരെണ്ണം കിടക്കുന്ന ഇതിനകത്താണ്. ബാക്കി 4 കുന്നുകൾ. ചുരുക്കത്തിൽ നമ്മൾ 5ാമത്തെ മല ഏതാണെന്ന് നോക്കുന്നത് ആ മലയിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് കാണത്തില്ല. അതാണ് പ്രത്യേകത. ആ മലകളുടെ പേരുകൾ കൂടി പറയാം. നിങ്ങൾക്ക് പരിചിതമാണ്. അതിലൊരു മല അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിച്ച മോറിയ. രണ്ടാമതൊരു മല അറിയപ്പെടുന്നത് യെബൂസ്യനായ ഓർന്നാൻ്റെ കളം. ദാവീദ് വിലക്ക് വാങ്ങിയത് ദേവാലയം പണിയാണ്. 3ാമത്തെ പേര് നിങ്ങൾക്കും അറിയാം, ഉത്തരഗിരിയായ സിയോൻ, ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദം. 4ാമത്തെ മല അറിയാത്ത ആരും ഉണ്ടാവില്ല. ആരുമില്ല. കുഞ്ഞുങ്ങൾക്കും അറിയാം. ആ മല വളരെ പ്രത്യേകതയുള്ളതാണ്. മോറിയാമല എവിടെയോ അതിൻ്റെ പിൻഭാഗത്താണ് ഈ മല. മോറിയാമലയുടെ പ്രത്യേകത നമുക്കറിയാം. അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ ഒരുമ്പെടുമ്പോൾ പിന്നിൽ നിന്നൊരു ശബ്ദം, അബ്രഹാമേ. അബ്രഹാം തിരിഞ്ഞു നോക്കുന്നത് ആ മലയിലേക്കാണ്. ആദ്യത്തെ ശ്രദ്ധ ചെന്ന് പറ്റുന്നത്. ഇനിയാണ് ആ മലയുടെ സവിശേഷത. നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട ഗോൽഗൊഥ എന്നറിയപ്പെടുന്ന കാൽവരി. അപ്പം കാൽവരി അഥവാ ഗോൽഗൊഥ എന്നത് മോറിയാമലയുടെ നേരെ പിന്നിൽ വടക്കുത്തരഗിരിയായ സിയോൻ, ഇനി അപ്പുറത്തെ യെബൂസ്യനായ ഓർന്നാൻ്റെ കളം, ഇങ്ങനെ 4 മലകളും അതിൻ്റെ ഉൾഭാഗവും ചേർന്ന് കിടക്കുന്നത് കൊണ്ട് ഈ സ്ഥലത്തിന് പേര് കിട്ടി തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേം. ഇനി ഈ മല 5ഉം കൂടെ മുട്ടിയുരുമിക്കിടന്ന് ഒരു താഴ്വരയിൽ ഒരു മല പോലെ തോന്നും. അവിടെ അവസാനിക്കും. ആ മലസമുച്ചയങ്ങൾ, മലനിരകൾ വന്ന് അവസാനിക്കുന്ന ഇടത്തുകൂടി ഒരു തോടൊഴുകുന്നുണ്ട്. അതിൻ്റെ പേരാണ് കിദ്രോൻ. ഇതും നിങ്ങൾക്ക് പരിചയം. പണ്ട് നമ്മൾ അശേര പ്രതിഷ്ഠകളെ അവരെ കൊണ്ടുവന്ന് കുഴിച്ചിട്ട സ്ഥലം, അല്ലെങ്കിൽ ബാലിൻ്റെ പ്രവാചകന്മാർക്ക് ഈ പരിസരത്ത് ശ്മശാനമൊരുക്കിയ സ്ഥലം ഏലിയ. ഇങ്ങനെയൊക്കെ ചരിത്ര പ്രസിദ്ധമാണ് ഈ കിദ്രോൻ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് യെരൂശലേം വിടണം. ശ്രദ്ധിച്ചാട്ടെ, ഈ 5 മലകളും
നമ്മുടെ മല എന്നൊക്കെ പറയുന്ന സങ്കല്പത്തോട് പൊരുത്തപ്പെടത്തില്ല. ചെറിയ മൊട്ടക്കുന്നുകളാണ്. എന്തിന്? നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട ഗോൽഗൊത എന്ന കാൽവരിക്ക് ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഇവിടം മുതൽ ഈ റൂഫ് വരെയുള്ള ഉയരമേ കഷ്ടിച്ചുള്ളൂ. ഇത്ര ചെറിയൊരു മുട്ടക്കുന്ന്. മനസ്സിലായോ? കേട്ടിട്ടേണ്ട നാണം പോലെ അല്ലേ? ഇതായിരുന്നു ഈ ഗോൽഗൊത എന്ന കാൽവരി. ഇത്രേ ഉള്ളൂ, ഒരു മുട്ടക്കുന്ന്. ഞാനിത് പറഞ്ഞത് സഹോദരിമാർക്ക് വേണ്ടിയാണ്. ഉണർവ് പ്രസംഗരായ പാസ്റ്റർമാർക്കും സഹോദരിമാർക്കും വേണ്ടിയാണ് ഇത് പറഞ്ഞത്, സഹോദരന്മാർക്ക് വേണ്ടിയല്ല. എൻ്റെ കാരണം, ഉണർവ് പ്രസംഗരായ ദേവദാസന്മാരും സഹോദരിമാരും ഈ കാൽവറി എന്നല്ല പറയുന്നത്, കാൽവറി, ഗോൽഗൊത. ഒരു വൈബ്രേഷൻ ഭയങ്കരമാണ്. പക്ഷെ അത്രയും വൈബ്രേഷൻ വേണ്ട, അതിനുള്ള വലിപ്പമില്ല. അതുകൊണ്ടാണ് പറയും. ഈ ഗോൽഗൊതായ്ക്ക് തന്നെ നാണം വരും. നമ്മൾ ഈ വല്ലാതെ കാൽവരി അത്രയും പോകണ്ട. സ്തോത്രം. പിന്നെ അതൊക്കെ ഈ വൈബ്രേഷനൊക്കെ ഇല്ലെങ്കിൽ ഒരു സന്തോഷമില്ല. ഈ കർത്തൃമേശൊക്കെ നടത്തുമ്പോൾ പാസ്റ്റർമാർ കരയുന്ന പോലൊരു ടോണിൽ സംസാരിക്കുന്നവരുണ്ടോ? ഇവിടെ ഒരു തോവിനെ അടിച്ചു. അതൊരു ശബ്ദമല്ല, അത് കരച്ചിലൊന്നും അല്ല. അപ്പം എന്നോട് ചോദിക്കും, ഉപദേശിച്ച് എങ്ങനെയാണ് കർത്തൃമേശ നടത്തുക? ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ആ ടോണ് വന്നില്ലേ വിശ്വാസികൾ നമ്മളെ സ്ഥലം മാറ്റും. മനസ്സിലായില്ലേ? ഇയാളെയാണോ ഇങ്ങോട്ട് വിട്ട്? വേറെ ആരും ഇല്ലായിരുന്നോ? കാരണം എന്താ? ഒരാത്മീയ സന്തോഷമില്ല. നമ്മളെ സംബന്ധിച്ചോളം ആത്മീയ സന്തോഷം വരുന്നത് എങ്ങനെ? ആ വൈബ്രേഷൻ ഇടേണ്ട ഇടത്ത് വൈബ്രേഷൻ ഇട്ട് സംസാരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഈ സ്ഥലം പിടിറ്റി കർത്താവ് ഇവിടെ വന്നു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി ഇങ്ങനെ യാത്ര ചെയ്യവേ ശിഷ്യന്മാർ യേശുവിനെ ദേവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് കൊണ്ടുവന്നു. മുത്തുകളാൽ അലങ്കരിച്ചത്, കാണാൻ അതിഭംഗിയുള്ളത്, നിർമ്മാണ കലയുടെ വൈഭവം പ്രകടമാക്കുന്നൊരു മഹാദേവാലയം. മാർബിളിൽ വിരിയിച്ചെടുത്തൊരു കവിത, അങ്ങനെ പറയാം. അത്ര മനോഹരമാണ് ഈ ദേവാലയം. അത് കണ്ടിട്ട് ഏതൊരുവനും പറഞ്ഞു പോകും, നല്ല ഭംഗി. അങ്ങനെ പറയുന്നത് തെറ്റുണ്ടോ? ഇല്ല. അല്ല, മോശമെന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഒരു ലൈക്ക് അടിച്ചു പോകേണ്ട കാര്യമുള്ളൂ. കൊള്ളാം. പക്ഷെ കർത്താവ് മാത്രം ഈ ദേവാലയത്തെ നോക്കി അത് തകരും എന്ന് പറഞ്ഞു. തകർന്നടിയും എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്കൊരു നൊമ്പരം. എന്തിനാണത് തകരുന്നത്? കാരണം ഞങ്ങളുടെ പിതാക്കന്മാർ പണിയെടുത്ത് കഷ്ടപ്പെട്ട് കണ്ണീരൊഴുക്കി സ്ഥാപിച്ച ഈ സ്ഥാപനം തകരുമോ? ആ ചോദ്യത്തിനൊപ്പം മറ്റൊരു വിഷയം, അനുഭവം കൊണ്ട് അവർക്കറിയാം പറഞ്ഞത് യേശുവെങ്കിൽ അത് തകരുക തന്നെ ചെയ്യും. പക്ഷെ ഉള്ളിൽ സ്വരുക്കൂട്ടിയ ദുഃഖം കൊണ്ടവർ ചിന്തിച്ചു, അങ്ങനെ സംഭവിക്കണമോ? ഒന്നും മിണ്ടാതെ അവർ കിദ്രോൻ തോട് കടന്നു. കിദ്രോൻ തോട് ഒഴുകുന്നത് ജെറുസലേം മേഖലയുടെ കിഴക്കേ ഭാഗത്തു കൂടിയാണ്. ആ കിഴക്ക് ഭാഗത്ത് ഒരു മലയുണ്ട്. ഈ മലകളിലൊന്നും പെടാത്തൊരു മല. അത് പക്ഷേ ഒരു മല തന്നെയാണ്. മലയെന്ന് പറഞ്ഞാൽ ഒരു പടുകുറ്റൻ മല. നടന്ന് കയറിയാൽ 20 മിനിറ്റ് മുതൽ ഏകദേശം അരമണിക്കൂർ വരെ നടന്നെങ്കിൽ മാത്രം ചെല്ലുന്ന ഒരു മല. ആ മല നിങ്ങൾക്ക് പരിചയമുണ്ട്. പേര് ഒലിവ് മല. ഒലിവ് മലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കിദ്രോൻ തോടിൻ്റെ കരയിൽ നിന്ന് തുടങ്ങി അങ്ങ് മുകളിലേക്ക് കിടക്കുന്ന ഒലിവ് മലയുടെ നമ്മൾ കയറി ചെല്ലുന്ന ചെരുവില്ലേ, അല്ലെങ്കിൽ ആദ്യത്തെ ഭാഗം, അത് നിങ്ങൾക്ക് വളരെ പരിചയം. അതാണ് നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കാനിരുന്ന ഗത്സമന. ഗത്സമേന എന്ന പദത്തിൻ്റെ അർത്ഥം മുന്തിരിച്ചാറ് പിഴിഞ്ഞെടുക്കുന്ന സ്ഥലം, ചക്കിട്ടിരിക്കുന്ന സ്ഥലം, ഒലിവ് കായ്കൾ ഇടിച്ച് ഒലിവെണ്ണ എടുക്കുന്ന സ്ഥലം. അതേക്കുറിച്ച് പറയുന്നത് ഇതൊക്കെ മാർക്കോസിൻ്റെ വീട്ടുകാരുടെ ആയിരുന്നാണ്, അവരുടെ സ്വന്തമായിരുന്നതാണ് ഈ ഭൂപ്രദേശം. അത്ര ധനാഢ്യനായിരുന്നു
മാർക്കോസ്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗമാണ് ഒലിവുമല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആവശ്യമില്ലാത്തതെങ്കിലും ഒരു കാര്യം കൂടി പറഞ്ഞ് വിട്ടേക്കാം. ഇതിൻ്റെ മറുവശം ഉണ്ടല്ലോ, ഒരു ചരിവ്. ആ ചരിവും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് ലാസർ പാർത്ത ബഥനി അല്ലെങ്കിൽ ബഥാന്യ. ലോകത്ത് കടുക് മരങ്ങളുള്ള ഒരേ ഒരു സ്ഥലമാണ് ബഥനി എന്ന ബഥാന്യ. ബഥാന്യാണ് കടുക് മരങ്ങൾ ഇപ്പോഴും ഉണ്ട്. സകല പക്ഷികളും വന്ന മരത്തിൽ കൂടുകൂട്ടി എന്നൊക്കെ പറയുമ്പോൾ നിരീശ്വരന്മാരൊക്കെ വായിച്ചിട്ട് ഇതെങ്ങനെയെന്ന് ചോദിക്കും. എങ്ങനെയെന്ന് ചോദിക്കണേ അവിടെ ചെന്ന് കണ്ടാൽ മതി. അത്രേ ഉള്ളൂ. അവിടെ മരങ്ങൾ ഇപ്പോഴും ഉണ്ട്, കടുകുണ്ട്, അവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും സ്ഥലം മനസ്സിലായി. നമ്മളിപ്പോൾ ഒലിവുമലയുടെ മുകൾ പരപ്പിലാണ്. ഒലിവുമലയുടെ മുകൾ പരപ്പിൽ നിന്നുകൊണ്ട് ശിഷ്യന്മാർ ഒരു ചോദ്യം കൂടി ചോദിച്ചു. ഗുരു, അത് എപ്പോൾ സംഭവിക്കും? 25-30 മിനിറ്റുകൾക്കപ്പുറത്ത് വച്ച് അങ്ങ് ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു, ഈ ദേവാലയം തകരും. അത് സംഭവിക്കുന്നത് എപ്പോൾ? നിന്റെ വരവിനും യുഗാവസാനത്തിനും, മലയാളത്തിലെ ലോകാവസാനമല്ല ശരി, നിന്റെ വരവിനും യുഗാവസാനത്തിനും അടയാളമെന്തെന്ന് ഞങ്ങളോട് പറഞ്ഞു തരേണം. ഈ പ്രസംഗം മത്തായി 24-ൽ, മാർക്കോസ് 13-ൽ, ലൂക്കോസ് 21-ൽ ഒക്കെ കൃത്യം രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, വ്യത്യസ്ത സമീപനങ്ങളോടെ. കർത്താവ് പറഞ്ഞു, ആരും നിങ്ങളെ വഞ്ചിക്കരുത്, ചതിക്കരുത്, ഒരു വിധേനയും നിങ്ങൾ തെറ്റിപ്പോകരുത്. നാശയോഗ്യനായവൻ്റെ രംഗപ്രവേശം ഉൾപ്പെടെ ഇവിടെ സംഭവിക്കാനിരിക്കുന്ന വസ്തുതകൾ കൃത്യതയോടെ പറഞ്ഞ യേശു ഒരാഴ്ചക്കുള്ളിൽ അറസ്റ്റ് വരിച്ചു, വിചാരണ ചെയ്യപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ ഒടുവിൽ 40 മുതൽ 40ഓളം ദിവസങ്ങൾ യേശു നമുക്ക് പ്രത്യക്ഷനായി. 40 ദിവസം കഴിഞ്ഞവർ കാണെ അവൻ സ്വർഗാരോഹണം ചെയ്ത് കണ്ട് ദൂതഗണങ്ങൾ വിളിച്ചു പറഞ്ഞു, അവൻ പോയതുപോലെ മടങ്ങി വരും. ഹല്ലേലൂയ! പോയതുപോലെ മടങ്ങി വരും. ഈ പ്രഖ്യാപനത്തിന് അനന്തരം, അതിനു മുമ്പ് തന്നെ യേശു ഒരു കാര്യം പറഞ്ഞു, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തം പ്രാപിക്കാൻ നിങ്ങൾ യെരുശലേമിൽ തന്നെ കാത്തിരിക്കണം, ഇവിടുന്ന് പോകരുത്. എന്നിട്ടൊന്നുകൂടി, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റം വരെ എൻ്റെ സാക്ഷികളാകും. ഹല്ലേലൂയ! കർത്താവ് ഇത് പറയുമ്പോഴുള്ള പരിസ്ഥിതി അറിയാമോ? 12 അപ്പോസ്തലന്മാരിൽ 11 പേരും തിരഞ്ഞെടുക്കപ്പെട്ട മത്തിയാസും 70 മറ്റ് ശിഷ്യഗണങ്ങളും എല്ലാം ചേരുന്ന ഒരു സഖ്യം അവിടെയുണ്ട്, ഒരു ജനാവലി അവിടെയുണ്ട്. അവരുടെ പരിമിതി അറിയാമോ? ആരുടെയും കയ്യിൽ പണമില്ല. അവരൊത്തുകൂടുന്നത് മാർക്കോസിന്റെ വീട്ടിലാ. സ്വന്തം ഒരു സ്ഥലമില്ല, ഒത്തുകൂടാനൊരിടമില്ല. ആഴ്ചകൾക്കപ്പുറത്ത് സഞ്ചരിക്കാൻ ഒരു കഴുതയെ കടമെടുക്കേണ്ടി വന്നവൻ, വിരുന്ന് നടത്താൻ ഒരു വീട് കടമെടുക്കേണ്ടി വന്നവൻ, മരിച്ചടക്കപ്പെടാൻ ഒരു കല്ലറ കടമെടുക്കേണ്ടി വന്നവൻ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ ശിഷ്യരെ, നിങ്ങൾ ഭൂമിയുടെ അറ്റം വരെ പോകും. എന്താണ് ഇതിൻ്റെ ഉറപ്പെന്നറിയണ്ടേ? പണമല്ല, സമ്പത്തല്ല, പൈതൃകമല്ല, പശ്ചാത്തലമല്ല. യേശുവിനെ സാക്ഷിക്കാൻ ഭൂമിയുടെ അറ്റം വരെ നമ്മെ വിടുന്ന ഘടകം അത് ആത്മാവിന്റെ ശക്തിയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റം വരെ ആർക്കും തടയാനാവാത്ത വിധത്തിൽ സാക്ഷിക്കാൻ ഒരു നാവുണ്ടെങ്കിൽ, പ്രചോദിപ്പിക്കുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ, മുഴങ്കാലിരിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ, നമ്മുടെ സ്ഥിതിഗതികളെ മുഴുവൻ മാറ്റി വിശാലമായ ഭൂമിയുടെ അറ്റം വരെ നമ്മെ അയക്കാൻ കഴിയുന്ന ഒരു മഹാദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അതിലൊരു സന്തോഷം. ഒറ്റ ശിഷ്യൻ്റെ കയ്യിൽ ഒരു റിയാല് തികച്ചെടുക്കാനില്ല. അത്തരം പാവം മനുഷ്യർ. ഇനി അവർക്ക് നമ്മളെക്കാൾ പരിമിതിയുണ്ടേ. ഭാഷ അറിയില്ല, പാസ്പോർട്ടില്ല, ഡിഗ്രി ഇല്ല, പഠനമില്ല. യേശു കുറേയൊക്കെ പഠിപ്പിച്ചെങ്കിലും അവർ വലുതായിട്ട് പഠിച്ചൊന്നുമില്ല.
കർത്താവ് നല്ല ക്ലാസ്സാണ് എടുത്ത, പക്ഷേ ഇവന്മാർ പഠിക്കുകയില്ല. ഒരു എക്സാമ്പിൾ പറയാം. കർത്താവ് ഒരു ഉപമ പറഞ്ഞു, സദൂക്യരുടെ പുളിച്ച മാവിനെ സൂക്ഷിക്കണം. പത്രോസ് യാക്കോബിനോട് പറഞ്ഞു, കണ്ടോ ചപ്പാത്തി ഉണ്ടാക്കിയത് പാളി. ഇതാ ഗുരു ഇപ്പോൾ പറഞ്ഞ് മനസ്സിലായോ? അതായിരുന്നു ശിഷ്യന്മാർ. ഇവരെ കൊണ്ട് എങ്ങനെ വേല നടക്കും? ഇവർ പോയി എന്താ പ്രസംഗിക്കുന്നത്? ഭൂമിയുടെ അറ്റം വരെ പോയിട്ട് എന്ത് നേട്ടം? പക്ഷെ ഒരു കാര്യം, ഉപയോഗിക്കുന്ന പരിശുദ്ധാത്മാവ്. അതിനാ ഇന്ന് നമ്മുടെ ടീച്ചർ പരിശുദ്ധാത്മാവാണ്. ഞാൻ പോകാഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനമില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തുടങ്ങിയാൽ അഗോചരമായ മാർമിക സത്യങ്ങളുടെ ആഴം അവൻ പഠിപ്പിക്കും. അതുകൊണ്ട് ആർക്കും അറിയാത്ത, ആരും കണ്ടെത്താനാവാത്ത നിഗൂഢങ്ങളായ ഒളിപ്പിച്ചു വച്ച മുത്തുമണികൾ തമ്പുരാൻ ഇതിനുള്ളിൽ നിന്ന് തൻ്റെ ഭക്തർക്ക് നൽകും. നിങ്ങൾ പോയി അവനെക്കുറിച്ച് പ്രസംഗിച്ചാൽ മാത്രം മതി. അതിൽ കഴിഞ്ഞ രാത്രി സൂചിപ്പിച്ച പോലെ ചിലർ കൂടി ഈ സംയുക്ത ആരാധനയിൽ സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി യേശുവിനെ പ്രസംഗിക്കാൻ അയക്കുന്ന ഇടത്ത് പോകാൻ ഒന്ന് സന്നദ്ധരായി ഒരു ആത്മസമർപ്പണം ചെയ്താട്ടെ, അവരെ കൊണ്ട് ദൈവം വൻ കാര്യങ്ങളെ ചെയ്യിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദാസൻ പറഞ്ഞല്ലേ, ഞാൻ ഈ സ്വന്തം കാര്യങ്ങളൊന്നും പറയുന്ന ഒരാളല്ല. അത് വചനത്തിൽ നിന്ന് കിട്ടിയൊരു വെളിപ്പാടാണ്. ജനിച്ചു വളർന്നൊരു കുഗ്രാമത്തിലാണ്. വലിയ കാട്, ഒരു ഭാഗം മുഴുവൻ വലിയ വനമാണ്, മറുഭാഗം മുഴുവൻ റബ്ബർ തോട്ടമാണ്. ഒരു 10,000 ഏക്കർ എൻ്റെ നടുവിലാണ് ഞാൻ ജനിച്ചത്. 5000 ഏക്കർ എൻ്റെ അല്ല, KP ഓന്നാൻ്റെ ആയിരുന്നു. അപ്പോൾ അവിടെ എയർപോർട്ട് വരാൻ പോവാണ്. 5000 ഏക്കർ തോട്ടം എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു മതിപ്പിനെ പറ്റി തോന്നിയതാണ്. അത് KP ഓന്നാൻ്റെയാണ്. അപ്പോൾ നാടുമായിട്ടൊരു ബന്ധമില്ല, ഇങ്ങനെ വികാസം പ്രാപിച്ച ടൗണുകളുമായിട്ട് ബന്ധമില്ല. പക്ഷെ കർത്താവിനെ അറിഞ്ഞപ്പോൾ എൻ്റെ പ്രാർത്ഥന, കർത്താവിൻ എൻ്റെയോടുള്ള നിയോഗം, ഒരു കാര്യം പറയാം, ഈ കൈകൊണ്ട് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെട്ട മലയാളിയെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. ചിലതൊന്നും നമുക്ക് പുറത്തു വിടാൻ പറ്റില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കരങ്ങൾ കർത്താവിന് വേണ്ടി ഏൽപ്പിക്കുന്ന ദൈവദാസന്മാരെ, നാനാജാതി മതസ്ഥരെ മുക്കിപ്പൊക്കാനുള്ള കയ്യാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. സഹോദരിമാരും പ്രാർത്ഥിക്കണം. നിങ്ങൾക്കും ചില ശുശ്രൂഷകൾ ദൈവം തന്നിട്ടുണ്ടല്ലേ? പ്രാർത്ഥിക്കണം, ദൈവദാസന്മാർ പ്രാർത്ഥിക്കണം. ഈ കരം കർത്താവിന് വേണ്ടിയുള്ളതാ. ആ കരം കൊണ്ട് നിരവധി ആളുകളെ പാപത്തിൻ്റെ കുടിയിൽ നിന്ന് വലിച്ചെടുക്കാൻ ഈ കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിടുതലിന് ശക്തി വ്യാപരിക്കാൻ. ഒരു പ്രാർത്ഥനയും വെറുതെ പ്രാർത്ഥിക്കരുത്. ഫലം കാണാത്ത പ്രാർത്ഥനകൾക്കല്ല, ഫലമുള്ള പ്രാർത്ഥനകൾക്ക് വേണ്ടി ദൈവജനം ഒരുങ്ങുകയും തയ്യാറെടുക്കുകയും ചെയ്യണം. ആ ഫലമുള്ള പ്രാർത്ഥന ഈ സ്റ്റേജിലെ പ്രാർത്ഥന മാത്രമല്ല, മുഴങ്കാലിൽ ശക്തിപ്പെട്ടിരുന്ന് പ്രാർത്ഥിച്ച് ഒരു ദൂത് പറയാൻ ഒരുമ്പെട്ടാൽ ആ കരം വെച്ച് പ്രാർത്ഥിച്ചാൽ ഒരു വിടുതൽ ഉറപ്പാണെന്നേ. അതിന് പാസ്റ്റർമാരെ മാത്രം ആകണമെന്നില്ല, നിങ്ങൾക്കും കൊണ്ടൊരു വരം. നമ്മൾ വിശ്വാസികളുടെ രാജകീയ പൗരോഹിത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. എൻ്റെ അരികിൽ ചെല്ലി പറഞ്ഞ് നിങ്ങൾക്ക് പൗരോഹിത്യം ഇല്ല. നമുക്ക് പൗരോഹിത്യം ഉണ്ട്, നമുക്കാണുള്ള വിശ്വാസികളുടെ രാജകീയ പൗരോഹിത്യത്തിൽ വിശ്വസിക്കുന്നു നമ്മൾ. നമ്മളെല്ലാം പുരോഹിതന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു. എനിക്കൊന്നിത് കേട്ടപ്പോൾ അത്ര വിശ്വാസം വരാത്ത ഒരാളുണ്ടായിരുന്നു കർത്താവിൻ്റെ കൂടെ. അത് നമ്മുടെ തോമാസാണ്. കർത്താവ് വിശ്വാസമില്ലാത്ത പാർട്ടിയെ തന്നെ പൊക്കിയൊരേറെ. ഈ ചരിത്രമൊക്കെ കറക്റ്റാണെങ്കിൽ പുള്ളി എവിടെ വന്നു? നമ്മുടെ നാട്ടിൽ വന്നു അല്ലേ? ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട്, യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരു കാലിന് സ്വാധീനമില്ലാത്തല്ല, ഒരു കാലില്ലാത്ത ആളായിരുന്നു തോമസ്. ബുദ്ധിമുട്ടി അദ്ദേഹം കേരളം വരെ വന്നു. കാലില്ലായിരുന്നു എന്നുള്ളത് ചിലർക്ക് പുതിയ അറിവാണ്. എനിക്ക് അറിവ് കിട്ടിയത് മലയാറ്റൂർ കണ്ട ശേഷമാണ്. കാരണം ഒരു കാൽപാതമേ ഉള്ളൂ അവിടെ, പാറപ്പുറത്ത് ഒരു കാൽപാതം. തോമസിൻ്റെ ആണെന്നാണ് പറഞ്ഞു. ഇത് കേട്ട ആരാണ്ട് പറഞ്ഞു തോമസ് മണ്ണിക്കൂടെ നടന്നപ്പോൾ താന്നു പോകാഞ്ഞതൊരു ഭാഗ്യമായിരുന്നു. ഇനി എന്താണെങ്കിലും സെൻറ്റ് തോമസ് വന്നെന്നിരിക്കട്ടെ, ആരെങ്കിലും വന്നെന്നിരിക്കട്ടെ, തീർച്ചയായിട്ടും 1-ാം നൂറ്റാണ്ടിൽ തന്നെ സുവിശേഷം ഇന്ത്യയിലെത്തി എന്നുള്ളതിന് തെളിവുണ്ട്. ആദ്യ നൂറ്റാണ്ടിൽ തീർച്ചയായും അത് ക്രിസ്തീശന്മാരാ അല്ലേ? നമ്മളാ കടലിനോട് ചേർന്നാണ് അല്ലേ? ഭൂമിയുടെ അറ്റം വരെ എൻ്റെ സാക്ഷികളാകുമെന്ന് കർത്താവ് പറഞ്ഞ വാഗ്ദത്തം വിശ്വസിച്ച് ദൈവമക്കൾ പ്രാർത്ഥിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് പോകാൻ പറ്റാത്ത ഇടങ്ങളില്ല.
ചെന്നിടപെടാൻ പറ്റാത്ത വിഷയങ്ങളില്ല. തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം പ്രാർത്ഥിക്കാൻ ഒരു വരം തന്നു കഴിഞ്ഞാൽ ഈ നാടിൻ്റെ സ്ഥിതിയും മാറ്റും. അതിനാ ഞാൻ പറയുന്നത്, കർത്താവിൻ്റെ ദാസൻ ആദ്യം പറഞ്ഞല്ലോ, രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ മണ്ഡലങ്ങളോട് ദൈവം ഇടപെട്ടാൽ ആടിമൂടി സ്ഥിതി അങ്ങ് മാറും, അവസ്ഥകൾ മാറും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇംഗ്ലണ്ടിൽ വില്യം ടിൻഡയിൽ എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. ടിൻഡയിൽ അദ്ദേഹം നിരവധി പഠനങ്ങൾ നടത്തി ബൈബിളിനെ പറ്റി. കേംബ്രിഡ്ജിലെ പ്രൊഫസറായിരുന്നു. നിരവധി ഗവേഷണ പഠനങ്ങൾ ബൈബിളിനെ പറ്റി നടത്തി. വോളിയം കണക്കിന് ബുക്കുകൾ തയ്യാറാക്കി. ബൈബിളിനൊരു പരിഭാഷ ഇംഗ്ലീഷിൽ തയ്യാറാക്കി. കുട്ടികൾക്കൊക്കെ ഇത് വിതരണം ചെയ്ത് ക്ലാസ്സിൽ പഠിപ്പിക്കും. മനോഹരമായി ക്ലാസ് എടുക്കുന്നൊരു അധ്യാപകൻ, ഒരു പ്രഭാഷകൻ ഒടുക്കും. അന്ന് രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന് ഈ ബൈബിളിൻ്റെ പരിഭാഷയിൽ താല്പര്യമില്ല. കാരണം മതപൗരോഹിത്യം ഭരിക്കുന്ന കാലമാണ് ആ നാട്. പോപ്പ് വിളിച്ച് വിചാരണ ചെയ്തു. താങ്കൾ എന്തിനിതൊക്കെ ചെയ്തു? ഇത് വ്യാഖ്യാനിക്കാൻ, പ്രസംഗിക്കാനുള്ള അവകാശം തങ്ങളിൽ നിഷിദ്ധമാണ് എന്ന് ഒന്നുകൂടി സ്ഥിരീകരിച്ചു പറഞ്ഞു. അദ്ദേഹത്തോട് പറഞ്ഞു, പിന്തിരിയണം, നീ എഴുതി വച്ചിരിക്കുന്ന ഇംഗ്ലീഷ് പതിപ്പുകൾ മുഴുവൻ കത്തിക്കണം. ഈ പുസ്തകം ലാറ്റിൻ ഭാഷയിലേ പാടുള്ളൂ. ലാറ്റിൻ ഭാഷയിലേ പാടുള്ളൂ, ഇംഗ്ലീഷിൽ വേണ്ട. ചിതയൊരുക്കി എരിഞ്ഞു കത്തുന്ന ചിതയ്ക്കുള്ളിലേക്ക് അദ്ദേഹം എഴുതിയ ആ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പതിപ്പുകൾ ഇട്ട് കത്തിക്കാൻ ഉത്തരവിട്ടു. അദ്ദേഹം പറഞ്ഞു, ബഹുമാനപ്പെട്ട ഭരണകൂടമേ, ഞാൻ ചെയ്തതൊരു തെറ്റെന്ന് കരുതുന്നില്ല. ഞാൻ ചെയ്തത് യുക്തമായൊരു കാര്യം. എൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ തിരുവചനം സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാൻ കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ ഞാൻ മൊഴിമാറ്റം നടത്തിയത് ഒരു തെറ്റല്ല. ഇനി അത് കത്തിച്ചിട്ടും കാര്യമില്ല, ഇതിൻ്റെ പതിപ്പുകൾ എത്തേണ്ടയിടത്തെത്തിക്കഴിഞ്ഞു. ഇംഗ്ലണ്ടിലെ യുവാക്കൾ ആവേശഭരിതരായി അത് വായിച്ചു തുടങ്ങി. ആവേശഭരിതരായി അത് വായിക്കുന്ന ഇംഗ്ലണ്ടിലെ ജനങ്ങൾക്കിടയിൽ, യുവാക്കൾക്കിടയിൽ വലിയ ഉണർവിൻ്റെ താപജ്വാലകൾ ആളിക്കത്തുന്നുണ്ട്. ഈ തീ ഇവിടെ കത്തുമ്പോൾ അവരുടെ ഹൃദയാന്തർഭാഗത്തും തീ കത്തുന്നുണ്ട്. ആ തീക്കുണ്ടത്തിലേക്ക് ഞാൻ ഈ പുസ്തകം വലിച്ചിടാൻ സന്നദ്ധനാവില്ല. പകരം അദ്ദേഹത്തെ തന്നെ തീക്കുണ്ടത്തിൽ ചുട്ടുകരിക്കാൻ ഉത്തരവിട്ടു. നിർഭയനായി ഈ തീച്ചൂളയിൽ അരികിലേക്ക് നടന്നെടുക്കുന്ന ടിൻഡയിൽ ഒന്ന് പറഞ്ഞു, അല്ലയോ മതമേധാവിത്വമേ, നിങ്ങളെൻ്റെ മുഖം ശ്രദ്ധിക്കുക. ആളിക്കത്തുന്ന തീയ് അഗ്നിനാവുകൾ എന്നെ വിഴങ്ങുമെന്ന് എനിക്കറിയാം. അതിൽ ഞാൻ ഞെരിഞ്ഞമർന്ന് വെന്തുപോകുമെന്നറിയാം. പക്ഷേ മരണഭീതിയുള്ളവൻ്റെ വെപ്രാളം നിങ്ങൾക്കെൻ്റെ മുഖത്ത് വായിച്ചെടുക്കാൻ കഴിയില്ല. പരാജിതനായവൻ്റെ മുഖഭാഷ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയുകയില്ല. ഞാനിതിലേക്ക് കടന്നു പോകുന്നത് ജയാളിയായിട്ടാണ്, വിജയം വരിച്ചവനായിട്ടാണ് ഈ തീച്ചൂളയിലേക്ക് കടന്നു പോകുന്നത്. നിങ്ങളെന്നെ കത്തിച്ചിവിടെ ചാമ്പലാക്കും. പക്ഷെ ഞാനൊന്നറിയുന്നു, ഈ ആളിക്കത്തി ഇവിടെ അമരുന്ന ഈ തീക്കുള്ളിലെ ചാരത്തിൽ എൻ്റെ ശവശരീരം ഒതുങ്ങുമ്പോൾ ഈ ചാരത്തിൽ നിന്ന് ഒരു കഴുകൻ ചിറകടിച്ചു പറക്കും. അത് യൂറോപ്പിൻ്റെ നഭോമണ്ഡലങ്ങൾ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് യൂറോപ്പിലെങ്ങും അതിങ്ങനെ പറന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ചിറകടി ശബ്ദത്തിൻ്റെ മുമ്പിൽ ഉഗ്രപ്രതാപങ്ങൾ മുട്ടുകുത്തും. ഞാൻ പ്രസംഗിച്ച സുവിശേഷം യൂറോപ്പിലെങ്ങും വ്യാപരിക്കുമെന്ന് ഭക്തൻ ആ തീച്ചുളയ്ക്ക് മുമ്പിൽ വെച്ച് പറയുമ്പോൾ ഇന്ന് കാണുന്ന വ്യാപ്തിയൊന്നും സുവിശേഷത്തിനില്ല. പക്ഷെ നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തീർക്കുമെന്ന് ഉറപ്പുള്ള വചനമാണ് അദ്ദേഹം പ്രസംഗിച്ചതെങ്കിൽ, ദൈവത്തിന്റെ പൈതങ്ങളെ, ഞാനും നിങ്ങളും ചേർന്ന് ഈ ഓഡിറ്റോറിയത്തിൽ ഇന്ന് പ്രാർത്ഥിച്ചതൊന്നും വൃഥാവാകില്ല. കാരണം എന്തെന്നറിയണ്ടേ? തിണ്ടയിൽ അന്ന് പ്രാർത്ഥിച്ചിട്ടത് എന്തോ അത് നടന്നു. രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ മനസ്സ് ദൈവം ഉണർത്തി. രാജാവിന്റെ മനസ്സുണർത്തി അദ്ദേഹത്തിന് ഒരാഗ്രഹം, ഈ ബൈബിൾ ഇംഗ്ലീഷിലാക്കണം. ഗ്രാമേറിയന്മാരെ കൊണ്ടുവന്നു, കൊട്ടാരത്തിൽ നിന്ന് പണം കൊടുത്തു, ദീർഘനാളിൽ പണിയെടുത്ത് എഡിറ്റിംഗ് വർക്കൊക്കെ നടത്തി ഈ പുസ്തകം മുഴുവൻ ഔദ്യോഗികമായി രാജാവിൻ്റെ അനുമതിയോടെ ഇംഗ്ലീഷിലാക്കപ്പെട്ടു. 1500 അതാ നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്ന ഓതറൈസ്ഡ് കിങ് ജെയിംസ് വേർഷൻ. എന്താ മനസ്സിലായി? എവിടെ നിരോധിക്കപ്പെട്ടോ അവിടുത്തെ രാജാവിൻ്റെ മനസ്സുണർന്നപ്പോൾ
സ്ഥിതിയെ പാടെ മാറ്റിത്തന്ന ദൈവം, അവസ്ഥയെ പാടെ മാറ്റിത്തന്ന ദൈവം, ആ അതേ ദൈവം ഇന്നും ജീവിക്കുന്നെങ്കിൽ, ആ ദൈവപ്രവൃത്തി ഇന്നും തുടരുന്നെങ്കിൽ വെറുതെ അല്ല ഇവിടെ വന്നത്. ദൈവം ഈ ദേശത്ത് കൊണ്ടുവന്നത് യേശുവിന്റെ ആത്മാവുള്ളവരെ ഒരു സ്ഥലത്ത് സംഘടിപ്പിക്കാൻ, ഇത്രയും സ്വാതന്ത്ര്യമില്ലാത്ത ഘട്ടത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധിക്കുന്നതിന്റെ പിന്നിലെ കാരണം ദൈവം ചില മണ്ഡലങ്ങളെ ഉണർത്തും. ഇന്ന് പ്രാർത്ഥിച്ചിട്ടുകൊള്ളൂ, കാലവേറെ കഴിഞ്ഞ് അതിൻ്റെ ഒരു പ്രതിഫല പ്രാപ്തിക്ക് നമ്മൾ തിരിച്ചു വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. സമയക്കുറവുണ്ട്, പെട്ടെന്ന് മുമ്പോട്ട് പോവാണ്. ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തിരുവെഴുത്ത് പഠിച്ചു വരുമ്പോൾ പണ്ട് ചെയ്തു വച്ച പല പ്രവൃത്തിക്കും കാലമേറെ കഴിഞ്ഞാണ് ദൈവത്തിൻ്റെ മറുപടി വരുന്നതെങ്കിലും അതിൻ്റെ അടിസ്ഥാനം വലുതാണ്. അതുകൊണ്ട് ഒരു കണ്ണീരും വൃഥാവല്ല, ഒരു പ്രാർത്ഥനയും വൃഥാവല്ല, ഒരു വേദനയും വൃഥാവല്ല. ചിലപ്പോഴൊക്കെ ആരാധന മുടങ്ങിപ്പോയ സന്ദർഭങ്ങൾ നിയമവശാൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ചില ദൈവദാസന്മാർക്ക് ജീവിതത്തിൻ്റെ കനത്ത പീഡകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ആ കണ്ണീരിൽ കൊണ്ട് ജയിലഴികളെ, ജയിലറകളെ മുഴുവൻ ആ ഒരു കണ്ണീർ കടലാക്കിയ പ്രിയപ്പെട്ടവരും അവരുടെ കുടുംബാംഗങ്ങളും സഭയുമൊക്കെ ഒത്തുചേർന്ന് പ്രാർത്ഥിച്ചത് ഒരു പരാജയമായില്ലെന്ന് മാത്രമല്ല, ഒരു വലിയ വിജയം. ഒന്ന് പറഞ്ഞ് അവിടെ വിട്ടേക്കാം. വിശ്വാസത്താൽ നമുക്കൊന്നുകൂടി ഈ ചരിത്രത്തോട് വിളിച്ചു പറയാം, ഈ അന്തരീക്ഷത്തോട് വിളിച്ചു പറയാം, ഈ ദേശത്തോട് വിളിച്ചു പറയാം, ഞങ്ങൾ ഇന്ന് വിതയ്ക്കുന്ന വചനം ഒരു ദിവസം ഫലം കായ്ക്കും. അത് കൊയ്തെടുക്കാൻ ഞങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരിക്കാം, പക്ഷെ ഒരു പുതുതലമുറ അത് കൊയ്തെടുക്കാൻ ഇതുവഴി വരും. അതിൻ്റെ ഉപഭോക്താക്കളായി കടന്നു വരും. അവർ പ്രസംഗിക്കും. അവർ പ്രസംഗിക്കുന്ന ആ വചനത്തിന് ജീവനുണ്ട്. അതതിൻ്റെ പ്രവൃത്തി ചെയ്യുക തന്നെ ചെയ്യും. ആമേൻ. അപ്പോൾ യേശു ഇവിടുന്ന് ശിഷ്യന്മാരെ ഇതൊക്കെ പരമേൽപ്പിച്ചിട്ട് പോയി. AD 70, AD ഒരു 30 യേശുവിൻ്റെ ക്രൂശീകരണം എങ്കിൽ AD 70 ആകുമ്പോൾ യേശുവിൻ്റെ പ്രവചനത്തിൻ്റെ ചരിത്ര നിവൃത്തി ആരംഭിക്കുക. രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയുടെ സേനാനായകൻ ടൈറ്റസ് കൈസർ. ഈ കൈസർ എന്നുള്ളത് ഒരു സ്ഥാനപ്പേരാണ്. ഞാൻ ഈ കൈസർ എന്നുള്ളത് ഒരാളുടെ പേരല്ല, ഒരാളുടെ പേരല്ലെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ഞാൻ ശരിയാണ്, ഒരാളുടെ പേരല്ല, പട്ടിയുടെ പേരാണ്. അത് കുഴപ്പമില്ല, അയാളെ പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട്. നായ്ക്കൾക്കിടുന്ന ചില പേര് കേട്ടിട്ടുണ്ടോ? ടിപ്പു. ആരാന്നറിയണ്ടേ? ഒരു കാലത്ത് നാട് മുഴുവൻ വിറപ്പിച്ച കക്ഷിയാണ് ടിപ്പു സുൽത്താൻ. നമ്മുടെ നാട്ടിൽ മലബാർ ഭരിച്ചതാണ്. ഇതുപോലെയാണ് നമ്മുടെ കൈസർ. കൈസർ ഒരു സ്ഥാനപ്പേരാ. നമ്മുടെ കർത്താവിനെ ക്രൂശിക്കാൻ ഉത്തരവിട്ട റോമൻ പ്രതിനിധിയുടെ മുഴുവൻ അധികാരിയാണ്. ആ പ്രവിശ്യയുടെ മുഴുവൻ 5000 മൈൽ നീളത്തിൽ 4000 മൈൽ വീതിയിൽ ലോകത്തെ ഭരിച്ചൊരു സാമ്രാട്ടിൻ്റെ പേരാണ് കൈസർ. അവരുടെ എല്ലാ സ്ഥാനപ്പേരാണ്. പക്ഷെ കാലം ആ പേര് നായ്ക്കുട്ടികൾ കിട്ടി. ഇപ്പം മനസ്സിലായില്ലേ? എത്ര ലക്ഷം ദൈവമക്കളെ കൊന്നൊടുക്കിയ ചരിത്രമാണ് റോമ കൈസർമാർക്കുള്ളത്. പക്ഷെ ആ പേര് നായ്ക്കുട്ടി കൊണ്ടുപോയപ്പോൾ അവർ കൊന്നൊടുക്കിയ ദൈവമക്കളുടെ പേരൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ഈ കൈസർ എന്ന് ഇയാൾക്ക് പേര് വരാൻ കാരണം പിന്നീട് ഇയാൾ ചക്രവർത്തിയായി. ടൈറ്റസ്, ആ പേര് മറക്കരുത്. ടൈറ്റസ് കൈസർ ജെറുസലം പിടിക്കാൻ വന്നു. അദ്ദേഹം ഒരു ഉത്തരവിട്ടു. യെരുസലേമിൻ്റെ കോട്ട 8 വാതിൽ, ചിലപ്പോൾ 12 വാതിലുണ്ട് ചില ഘട്ടങ്ങളിൽ, ചരിത്രത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ. അന്ന് 8 വാതിലാണ്. ഈ 8 വാതിലിൽ യെരുസലേമിൻ്റെ കിഴക്കേ ഭാഗത്തൊരു വാതിലുണ്ട്. ഒലിവുമലയ്ക്ക് അഭിമുഖം നിൽക്കുന്ന വാതിൽ. അത് ഇന്നും അടഞ്ഞു കിടക്കുകയാണ്. എൻ്റെ കാരണം ഞാൻ പിന്നെ പറയാം. പ്രിയപ്പെട്ടവരെ, ഈ ഒലിവുമലയുടെ മുകളിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഈ ജെറുസലേം നഗരം മുഴുവൻ നന്നായി കണ്ടു. യെരുസലേം നഗരം കണ്ടിട്ട് ഇതിൽ തലയുയർത്തി നിൽക്കുന്ന മനോഹരമായ ദേവാലയം കണ്ടിട്ട് പറഞ്ഞു, അത് പൊളിക്കാൻ പാടില്ല, ആരെയും ആക്രമിക്കണ്ട. ആയുധം നമ്മുടെ കയ്യിലുണ്ട്. പടയാളികൾ മുഴുവൻ യെരുസലേമിനെ വളയണം. ഒറ്റ വഴി മാത്രം, ആരെങ്കിലും ആയുധം ഉപേക്ഷിച്ച് വെറും കൈയോടെ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ
അവരെ വെറുതെ വിടുക. ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കരുത്. ടൈറ്റസ് ഉത്തരവിട്ടു, നിങ്ങൾക്ക് നിരുപാധികം കീഴടങ്ങി പുറത്തു പോകാം. അങ്ങനെ പോയി. അവർ ചെറുത്തു നിന്നു. പുറത്തേക്കിറങ്ങാനാവാതെ വഴികൾ മുഴുവൻ അടച്ചുകൊണ്ട് ടൈറ്റസ് ഒരുക്കിയ ഉപരോധം യേശു പ്രവചിച്ചിരുന്നു. സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തു എന്ന് മനസ്സിലാക്കിയിരിക്കണം. അന്ന് യഹൂദിയിലുള്ളവർ മലനിരകളിലേക്ക് ഓടിപ്പോകട്ടെ. നിങ്ങളുടെ ഈ ഓടിപ്പോക്ക് ഒരു തണുപ്പ് കാലത്ത്, ശീതകാലത്താകാതിരുന്നാൽ കൊള്ളാം. പ്രിയപ്പെട്ടവരെ, അതിന് നാളുകൾക്കപ്പുറത്ത് സഭയ്ക്കൊരു പീഡ വന്നപ്പോൾ, ദൈവത്തിൻ്റെ സഭ ചിതറിപ്പോയപ്പോൾ നാട്ടുകാർ നമ്മെ കണ്ട് പരിഹസിച്ചു. രക്ഷിക്കുന്നൊരു ദൈവമുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ ചിതറിയേ? ഒരു കാര്യം ഓർത്തോ, ചില സ്ഥലങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ മാറ്റുന്നത് ഒരു വിടുതലാണ്. അപ്പോൾ നമുക്ക് തോന്നും ഇതൊരു നഷ്ടമാ. അനുഭവമുള്ള എത്ര ദൈവമക്കൾ ഇരിപ്പുണ്ട്. ചില സ്ഥലം വിട്ടുപോ, അവിടെ നിൽക്കരുത് എന്ന ആലോചന തന്നുകൊണ്ട് നമ്മെ സ്ഥലം വിട്ടു മാറ്റുന്നതേ ദൈവത്തിൻ്റെ വലിയൊരു ന്യായവിധിയുടെ ഇടപെടൽ ചിലത്ത് നടത്താൻ. ചില ജോലികൾ നഷ്ടപ്പെടുന്നത്, ചില കമ്പനികളിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നത്, ചില ഇടങ്ങളിൽ നിന്ന് മാറുന്നത് എന്തിനു വേണ്ടിയാ? ദൈവത്താൽ. സകലത് സംഭവിക്കുമ്പോൾ ഭക്തൻ പറയണം, ഇതും ദൈവനാമത്തിൻ്റെ മഹത്വത്തിന്, ദൈവീക അനുഗ്രഹത്തിന്. തമ്പുരാൻ അറിയാതെ ജീവിതത്തിൽ ഒന്നും ഭവിക്കില്ല. ചിലതരം നഷ്ടങ്ങൾ അങ്ങനെ, ചിലതരം ത്യാഗങ്ങൾ അങ്ങനെ, ചിലതരം രേഖകൾ നമുക്ക് ലഭിക്കാതെ വരുമ്പോഴൊക്കെ ഭക്തൻ മനസ്സിലാക്കിയിരിക്കണം, ഗാഡ് ഹാസ് എ പ്ലാൻ. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആമേൻ. പ്രിയരേ, അങ്ങനെ യെരൂശലേമിനെ വളഞ്ഞു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അകത്തെ കരുതൽ ഫുഡ് തീർന്നു. ചെറുത്തു നിൽക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു. ഒടുക്കം അവർ ഭക്ഷണമില്ലാതെ ഒട്ടകങ്ങളെ കൊന്നു ഭക്ഷിച്ചു. ഒട്ടകങ്ങൾക്കും തീറ്റയില്ല. അവയ്ക്ക് പുറത്തു പോയി വെള്ളം കുടിക്കാനൊന്നും കഴിയുന്നില്ല. ആ ഒട്ടകങ്ങളെ കൊന്നു ഭക്ഷിച്ചു. ഒട്ടകങ്ങൾ ചിലത് ചത്തു. ഒട്ടകങ്ങൾ ധാരാളം ചത്തു കിടക്കുക. ചത്തുപോയ ഒട്ടകങ്ങളുടെ ചീഞ്ഞ മാംസം ഭക്ഷിക്കേണ്ടി വന്നു. ആലോചിച്ച ഗതികൾ തീർന്നില്ല. നിലത്തെ പുല്ല് അത് പറിച്ചു തിന്നേണ്ടി വന്നു. ഒരു ഘട്ടം കഴിഞ്ഞു പട്ടിണിയുടെയും ക്ഷാമത്തിൻ്റെയും തീവ്രമായ ആക്രമണം അവരുടെ മനോനില മുഴുവൻ സ്തംഭിപ്പിച്ചു. ഭ്രാന്തമായൊരു മാനസികാവസ്ഥ. അന്ന് ദൈവമക്കളും പട്ടിണി കിടപ്പുണ്ട് ഒത്തിരിയിടത്ത്. ഇവിടല്ല, യെരൂശലേമിൻ്റെ പുറത്ത് ചിതറിപ്പോയെടുത്ത്. പക്ഷെ അവിടെ മനോരോഗമില്ല, ഭ്രാന്തില്ല. ആ പട്ടിണിക്കും ഒരാനന്ദമുണ്ട്. അവരും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? ക്രിസ്തുവിന് വേണ്ടി. കർത്താവിന് വേണ്ടി സഹിക്കുന്ന ത്യാഗങ്ങൾക്കെല്ലാം അർത്ഥസഹിതമായ ഒരു സംതൃപ്തി ഉണ്ടെന്ന് ദൈവമക്കൾ അറിഞ്ഞിരിക്കണം. തീർന്നില്ല. ഒടുക്കം സ്വന്തം വസ്ത്രം കടിച്ചു കീറി തിന്നു. ഇട്ടിരിക്കുന്ന ചെരുപ്പ് പട്ടിണിയുടെ ആധിക്യം കൊണ്ട് തിന്നേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര കിരാതമായിരുന്നു അവിടുത്തെ അവസ്ഥ. ഭീകരമായ നാളുകളെക്കുറിച്ച് ക്രിസ്തു കൊടുത്ത മുന്നറിയിപ്പ് കേൾക്കാതെ, യേശുവിൻ്റെ വാക്കിന് വില കൽപ്പിക്കാതെ കല്ലെടുത്തെറിയാൻ ഒരുമ്പെട്ടവർക്ക് നേരെ യേശു തൊടുത്തുവിട്ട പ്രവചനത്തിൻ്റെ വാക്കുകളുടെ ശക്തി ഇത്ര വലുതായിരുന്നെങ്കിൽ, ഒന്നുകൂടി പറഞ്ഞു, നിങ്ങൾ ഈ നഗരം വിട്ട് ഇപ്പോൾ പോകരുത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ആത്മശക്തി കൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകാവൂ. ഭൂമിയുടെ അറ്റത്തേക്ക് പോകാൻ നമുക്ക് തന്ന നിയോഗം എത്ര അർത്ഥവ്യാപ്തിയുള്ളതായിരുന്നോ. ഈ കുടിലമായ ജീവൽ പ്രതിസന്ധി വിട്ട് ദൈവം അയക്കാൻ പോകുന്ന ഇടത്തെക്കുറിച്ചുള്ള ദൂത് അത്ര സമഗ്രമായിരുന്നു. ഒടുക്കം മറ്റൊന്നുകൂടി സംഭവിച്ചു. പ്രിയരേ, ചെറുത്തു നിൽക്കാൻ ഒരുമ്പെട്ടവരെ അമ്പരപ്പിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സേന ഇരമ്പിക്കയറി. കാരണം ഇനി അവർക്ക് ചെറുക്കാൻ ശേഷിയില്ല. ആളുകളെ വാളിൻ്റെ വായ്ത്തലയ്ക്ക് വെട്ടി. സ്ത്രീകളും കുട്ടികളുമൊക്കെ തെരുവിൽ മരിച്ചു കിടക്കുന്നു. ചില ജീവച്ഛവമായി കിടക്കുന്നു. അവരുടെ ശരീരത്ത് കൂടി റോമൻ പടയാളികൾ ഇരുമ്പ് ബൂട്ട്സിട്ട് ചവിട്ടി അവരുടെ മീതെ കൂടി കുതിരകളെയൊക്കെ പായിച്ച് തലങ്ങും വിലങ്ങും. യെരൂശലേമെങ്ങും ചോരക്കളം, എല്ലായിടത്തും നിരാശ. ഒടുക്കം ദേവാലയത്തിനകത്തും കടന്നു പടയാളികൾ. ആണ്ടിലൊരിക്കൽ
മാത്രം അഹരോൻ കിടക്കുന്ന അന്തർമന്ദിരമില്ലേ, മഹാപുരോഹിതൻ കിടക്കുന്ന അന്തർമന്ദിരത്തിലും കടന്നു. ചോര ചുറ്റിയ കാലുകൾ കൊണ്ട് അവിടെ എല്ലാം മലിനമാക്കി. ടൈറ്റസ് പറഞ്ഞ വാക്കുകളെയൊക്കെ മറന്നു. ദേവാലയം പൊളിക്കരുതെന്നാ പറഞ്ഞ് ഒരുവൻ കയ്യിലിരുന്ന പന്തം ജ്വലിപ്പിച്ചതാണ്. തിരശീലക്ക് തീ പിടിച്ചു. ദേവദാരു പലകകൾ കത്തി, തീയാളി കത്തി കത്തി കത്തി. അകത്ത് നിന്നവർ ശ്വാസം മുട്ടി മരിച്ചു, ചില ചിതറിയോടി. യെരൂശലേം എങ്ങും പുകച്ചുരുൾ. ദൂരത്ത് നിന്ന് നോക്കുന്നവർക്ക് കാണാൻ കഴിയുന്ന വിധത്തിൽ തീജ്വാലകൾ മുകളിലേക്ക് ഉരുകി ഉയർന്നു. അവിടം പറഞ്ഞ് നീട്ടുന്നില്ല, അധികം വിശദീകരണം വേണ്ട. യെരൂശലേം കത്തി തകർന്ന് താഴെ വീണ് കൈക്കുമ്പിൾ കൊണ്ട് വാരിയെടുക്കാവുന്ന ഓരോ പിടി ചാരമാക്കി തീർത്തപ്പോൾ ഈ പുസ്തകം പ്രവചിച്ചതെന്തോ, യേശു പ്രവചിച്ചതെന്തോ അത് അക്ഷരാർത്ഥത്തിൽ നിറവേറി. നാളുകൾ നീണ്ടുനിന്ന തീജ്വാലകളുടെ പുകച്ചുരുളുകളെയും ആധിക്യം ഒടുങ്ങി. തീയമർന്നപ്പോൾ ചക്രവർത്തി അറിയിച്ച ഒരാൾ, ഇതിനകത്തെ സ്വർണ്ണ നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. സത്യമാണ്. ദേവാലയത്തിൻ്റെ പല നിർമ്മാണത്തിന് ഉപയോഗിച്ചു വന്ന വിലപിടിപ്പുള്ള പല വസ്തുക്കളുണ്ട്. അതിൽ വെള്ളിയും പൊന്നും ഏറെയുണ്ട്. ആളിക്കത്തുന്ന തീക്കുള്ളിൽ അവ വെന്തുരുകി കിനിഞ്ഞ് ഭൂമിയുടെ അടിത്തറയിലൊക്കെ കിടപ്പുണ്ട്. ഇരുമ്പ് കലപ്പകൾ കൊണ്ടുവന്ന് ആനകളെ വരുത്തി ഈ കല്ലുകൾ പിഴുതു മാറ്റി. ഇങ്ങനെ പിഴുതു മാറ്റുമ്പോൾ യേശു പറഞ്ഞ പ്രവചനത്തിൻ്റെ രണ്ടാം ഭാഗവും നിറവേറി. എങ്ങനെ പറഞ്ഞേ? കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഈ ദേവാലയം. ഒരു സഹോദരൻ ഇടയ്ക്ക് പ്രസംഗിച്ചു, പക്ഷേ വിലാപം അതിലിപ്പോഴും ഇവിടെയുണ്ട്, ഒരു ഭാഗം പൊളിയാതെ. അത് വെറുതെയാണ്. അത് ദേവാലയത്തിൻ്റെ അല്ല, കോമ്പൗണ്ട് വാളാണ് ഉള്ളത്. ചുറ്റുമതിലിൻ്റെ ഒരു ഭാഗം അതവിടെയുണ്ട്. ബാക്കിയൊക്കെ പൊളിഞ്ഞു തകർന്നു. യെരൂശലേമിൽ യഹൂദൻ ഇല്ലാതായി, അവനെയൊക്കെ പുറത്താക്കി. ആ കിടപ്പ് ഇന്ന് നമ്മൾ വചനം ധ്യാനിക്കുന്ന സമയം വരെ അവിടെ കിടപ്പുണ്ട്. അതാ പ്രവചനത്തിൻ്റെ കട്ടി. കർത്താവ് പറഞ്ഞാൽ അങ്ങനെയാ, ബൈബിൾ പറഞ്ഞാൽ അങ്ങനെയാ. ഊവ ഊവ എന്നും ഇല്ല ഇല്ല എന്നും മാത്രം പറയുന്നവൻ്റെ വചനമാ ആ സ്ഥലത്തെ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതെ നടന്ന തകർച്ചയുടെ മാനദണ്ഡം. ഹല്ലേലൂയ. അവിടുന്ന് ഒരു 50 വർഷം കൂടെ പിന്നിട്ടു. കൃത്യം പറഞ്ഞാൽ AD 123 രാജ്യം ഭരിക്കുന്ന ഹദ്രിയൻ എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. ഹദ്രിയൻ്റെ ഉത്തരവ് വന്നു, യെരൂശലേമിൽ നിന്ന് യഹൂദൻ നിഷ്കാസിതനായല്ലോ, പുറത്തു പോയല്ലോ. യെരൂശലേമിലെന്നല്ല, ഇനിമേൽ പാലസ്തീനിൽ എവിടെയും 120 മൈൽ ചുറ്റളവുള്ള പാലസ്തീൻ്റെ ഒരു മണ്ഡലത്തിലും ഒറ്റ യഹൂദനെയും കാണരുത്. എല്ലാവരെയും പുറത്താക്കി, തുടച്ചു കളഞ്ഞു. ചുരുക്കത്തിൽ ചരിത്രത്തിൽ ആദ്യം യഹൂദനില്ലാത്ത ഒരു ഇസ്രയേൽ അല്ലെങ്കിൽ പാലസ്തീൻ. ഞാൻ നമ്മുടെ ദൈവജന ധ്യാനത്തിൻ്റെ ഒരു രാത്രി പറഞ്ഞല്ലോ, ഈ പാലസ്തീൻ എന്ന പേര് പോലും തെറ്റാണ്. ഇസ്രയേലാണ് ശരിക്കത്. പാലസ്തീൻ എന്ന പേര് വന്നത് ഇസ്രയേൽ മക്കളെ ആക്ഷേപിക്കാൻ റോമാ ചക്രവർത്തിമാർ യഹൂദന്മാരുടെ ശത്രുക്കളുടെ പേരിട്ട് ആ സ്ഥലത്തെ അറിയിച്ചു, നാമകരണം ചെയ്തു. അങ്ങനെ ദ ലാൻഡ് ഓഫ് ഫിലിസ്റ്റ്യൻസ്, അതായത് ഫിലിസ്ത്യരുടെ ദേശമെന്ന അർത്ഥത്തിൽ പാലസ്തീൻ എന്ന് പേരിട്ടു. അതാ പുതിയ നിയമത്തിൽ കിടക്കുന്നത്. മനസ്സിലായോ? ആ സ്ഥലം വിട്ട് ജൂതന്മാർ പലായനം ചെയ്തു. ലോകത്തിൻ്റെ പലയിടങ്ങളിലേക്ക് അവർ പലായനം ചെയ്തു, യാത്ര പോയി. കർത്താവിൻ്റെ വചനത്തിൻ്റെ ആ വ്യാപ്തി പോലെ ലോകമെങ്ങും അവർ ചെതറി. അതും ഈ പുസ്തകത്തിലെ പ്രവചനമാ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് വിശ്വസ്ത പുലർത്തി വചനത്തോട് കൂറു പുലർത്തി പോയില്ലെങ്കിൽ, അനുസരണക്കേട് കാട്ടിയാൽ ദൈവമായ യഹോവ ഭൂതലത്തിലെങ്ങും നിന്നെ ചിതറിക്കും. ആവർത്തന പുസ്തകത്തിലെ വചനമാ. ഭൂതലത്തിലെങ്ങും നിന്നെ ചിതറിക്കും. ഭൂമി മുഴുവൻ ചിതറി.
ചിതറിപ്പോയ ജൂതൻ്റെ ആദ്യകാലം അത്യാവശ്യം പുരോഗതിയുടേതായിരുന്നു. പുരോഗതി കൈവരിക്കാൻ കാരണം അവർ ബിസിനസ്സുകാരായിരുന്നു. ബിസിനസ് കൂടാതെ ബിസിനസ്സിനെ ത്വരിതപ്പെടുത്തുന്ന ഒരു സാമ്പത്തിക ശൃംഖല കൂടി അവർക്കുണ്ടായിരുന്നു. വിശേഷിച്ച് ഈ ബാങ്കിങ് എന്നൊരാശയമുണ്ടല്ലോ, അത് അവരുടേതായിരുന്നു. സ്തോത്രം. ബാങ്കിങ്, ശാസ്ത്രം, സമ്പത്ത്, കല, സംസ്കാരം, സംഗീതം, ഇവയിലെല്ലാം ജൂതന്മാർ പ്രഗത്ഭരായി. ദൈവരെ ഉള്ളിൽ കൊടുത്ത താലന്തുകൾ ഉപയോഗിച്ചുകൊണ്ട് പോയിടത്തെല്ലാം അവർ വളർന്നു. അവരുടെ സമ്പദ്സ്ഥിതിയോട് പിടിച്ചു നിൽക്കാൻ തദ്ദേശവാസികൾക്ക് പോലും ആയില്ല. അഭൂതപൂർവമായ വളർച്ച ദൈവം അവർക്ക് നൽകി. അമ്പരപ്പിക്കുന്ന വളർച്ചയിൽ, സാമ്പത്തിക വളർച്ചയിൽ അവർ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ ആധിപത്യം ചെലുത്തി. അവരെ കൂടാതെ ഒരു രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നു. മുന്തിയ ബാങ്കുകൾ അവരുടേത്. മാഞ്ചസ്റ്ററും കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡും കൊളംബിയയും പോലെയുള്ള ലോകോത്തര സർവകലാശാലകൾ അവരുടേത്. അറിയപ്പെടുന്ന സയൻറ്റിസ്റ്റുകളൊക്കെ അവരുടേത്. എന്തിന് നമ്മുടെ കേരളത്തിലെ സാക്ഷാൽ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറാക്കാൻ സർ CP-യുടെ കാലത്ത് അദ്ദേഹം വെച്ച പാനലിലെ ഒന്നാമത്തെ പേര് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആയിരുന്നു. സർ CP-യെ കുറ്റം പറയുമ്പോൾ ഇത്രയും വിവരമുള്ള മനുഷ്യനായിരുന്നു. ഐൻസ്റ്റീന് എന്ത് തുക കൊടുത്തും കൊണ്ടുവരാൻ ആഗ്രഹിച്ചു. ഐൻസ്റ്റീൻ വന്നില്ല, അത് വേറെ കാര്യം. പക്ഷേ ഇങ്ങനെ ലോകമെല്ലാം ജൂതന്മാരുടെ ആ പ്രാമുഖ്യം ഫിസിക്സിൽ, കെമിസ്ട്രിയിൽ, മാത്തമാറ്റിക്സിൽ, സാഹിത്യത്തിൽ ഒക്കെ അവർ സ്വാധീനം ചെലുത്തി. നമ്മൾ ഒരു രാത്രി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ പോലെ അബ്രഹാമിനോടുള്ള വാഗ്ദത്തം, രാജാക്കന്മാരും എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അല്പം താമസിച്ചാണെങ്കിലും ദൈവം മക്കളെ കൊടുത്തപ്പോൾ കരുത്തരെയാണ് കൊടുത്തേ. ഞാൻ ആ മക്കളുടെ കണക്കൊക്കെ പറഞ്ഞു. ആൽബർട്ട് ഐൻസ്റ്റീൻ, ഐസക് ന്യൂട്ടൺ, കാൾ മാർക്സ്, ആഡം സ്മിത്ത്, ആഡംസ് ക്ലാർക്ക്, മാഡം ക്യൂറി, പിയറി ക്യൂറി, ഗ്രിഗർ മെൻഡൽ, ജോണസ് കെപ്ലർ, പിന്നെ അറിയപ്പെടുന്ന ഈ സയൻറ്റിസ്റ്റുകളും സാമൂഹ്യ ചിന്തകന്മാരും എല്ലാം അവിടുന്നാണ്. സിഗ്മണ്ട് ഫ്രോയിഡ്, ഇവരെല്ലാവരാ ജൂതന്മാരാണ്. സ്തോത്രം. പോയിടത്തെല്ലാം അഭിവൃദ്ധിപ്പെട്ടു. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അവർ വലിയ മുന്നേറ്റം നടത്തി. നമ്മൾ റൈറ്റ് സഹോദരന്മാർ എന്ന് പറയുന്ന കക്ഷികളില്ലേ, വിമാനം, ഇതെല്ലാം അവരുടെയാ. ജൂതൻ്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരിപാടിയാണ്. ബഹിഷ്കരിച്ചാൽ ലോകം ചലിക്കില്ല. ജൂതൻ്റെ ഉൽപ്പന്നം ബഹിഷ്കരിക്കുന്ന കുറിപ്പിടുന്ന തന്നെ എവിടെയാ? ഫേസ്ബുക്കിലാണ്. അത് അവൻ്റെയാണ്. എന്തൊരു വിവരക്കെട്ട മനുഷ്യരാണ് നമ്മളൊക്കെ അല്ലേ. അവനെ കൂടാതെ ലോകം ചലിക്കില്ല. വാക്സിനുകളൊക്കെ അവരുടെ കണ്ടെത്തലാണ്. ലോകത്തെ ആധുനികവൽക്കരിച്ചത് അവരാ. ആ കൂടെ ചേർന്ന് നിന്ന് ആ ക്രൈസ്തവന് കിട്ടിയ ഗുണം എന്താ? അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടാനുള്ള വഴി പറയാ. അബ്രഹാമിനെ അനുഗ്രഹിച്ചാൽ നമ്മളെ ദൈവം അനുഗ്രഹിക്കും. അബ്രഹാമിൻ്റെ സന്തതിയെ അനുഗ്രഹിച്ചാൽ. ഹല്ലേലൂയ. അതൊക്കെ അന്ധവിശ്വാസം പോലെ മനുഷ്യർക്ക് തോന്നും. ഒരു തെളിവ് പറയാം. കേരളത്തിൽ അരി വരുന്നത് ആന്ധ്രയിൽ നിന്നാണ്, പച്ചക്കറി വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് അല്ലേ, ഇന്ധനം വരുന്ന ഇവിടുന്നാണ്. അവിടെ ആകപ്പാടെ ഉൽപ്പാദിപ്പിക്കുന്നത് ഹർത്താലാണ്. ബാക്കിയൊന്നും അവിടെ നമ്മുടെ സ്വന്തം എന്ന് പറയാനില്ല അല്ലേ. സത്യാഗ്രഹവും ഹർത്താലും സമരമാണ് നമ്മുടെ സ്വന്തം കാര്യം. ഇതൊക്കെ ആണെങ്കിലും സ്വന്തം അരിയില്ലാത്ത, സ്വന്തം പച്ചക്കറി ഇല്ലാത്ത ഒരു ഉപഭോക്തൃ സംസ്ഥാനത്തിലെ നമുക്ക് ഇതൊക്കെ ആണെങ്കിലും വലിയ അധോഗതി വരാതെ നിൽക്കാൻ കാരണം എന്താണെന്നറിയണ്ടേ? ജൂതൻ അന്ന് വന്നപ്പോഴേ നമ്മുടെ വല്യപ്പന്മാർ കൈക്കൊണ്ടു. ഇവിടെ കഴിഞ്ഞോളാൻ പറഞ്ഞു. നിങ്ങളെ ആരും ഇവിടെ വന്നൊന്നും ചെയ്യില്ല, ഇവിടെ കഴിയാൻ. ഇതാ ജൂതത്തെരുവുകളുണ്ട് കൊടുങ്ങല്ലൂരും എറണാകുളത്തൊക്കെ ഉണ്ട് ജൂതത്തെരുവുകൾ. മട്ടാഞ്ചേരി ആ തെരുവ്, പിന്നെ അത് ക്രൈസ്തവരുടെ പക്കലായി അതിൻ്റെ ആധിപത്യം. അങ്ങനെ ക്രൈസ്തവരുടെ പക്കലെ ഒരു പ്രമാണിയുടെ പേരായിരുന്നു മാത്തൻ. ആ മാത്തൻ നിയന്ത്രിച്ച ചേരിയെയാണ് സായിപ്പ് പേരിട്ട മട്ടാഞ്ചേരി എന്ന്. അവിടെ നിന്നുള്ളവർ മനസ്സിലാക്കിയോ? ഇതിപ്പോൾ ജൂതത്തെരുവാ പിൽക്കാലത്ത്. ആദ്യം ജൂതന്മാരുടെ കയ്യില. കൊടുങ്ങല്ലൂർ, മുസരീസ് ഇതൊക്കെ അവരുടെ കയ്യിലായി. വലിയ വ്യാപാരികളായി ലോകം മുഴുവൻ അവർ വളർന്നു. അവരെങ്ങനെ വളർന്നു അറിയണ്ടേ?
നിശ്ചയദാർഢ്യം, ഹല്ലേലൂയ, അനുഗ്രഹ സമൃദ്ധി അവരെ ഭരിച്ചു. ലോകം മുഴുവൻ ചിതറിയ ജൂതന്മാർ സമ്പന്നരായി എങ്കിലും അവരോട് ചെന്ന ദേശത്തിലെ ആളുകൾ പലരും അപമര്യാദയായും മോശമായും പെരുമാറി. അവരുടെ ജീവൽ പുരോഗതിക്കെതിരെ ലോകത്തിലെ പല രാജ്യങ്ങളും നിലപാടെടുത്തു. ജൂതന്മാർ കൊള്ളരുതാത്ത മനുഷ്യരാണ് എന്ന രൂപേണയുള്ള ആശയഗതികൾ പ്രചരിച്ചു. ക്രൈസ്തവർ പോലും ജൂതന്മാരെ വല്ലാതെ പീഡിപ്പിച്ചു. ക്രൈസ്തവ രാഷ്ട്രങ്ങളിലെ ജൂതന്മാരുടെ സ്ഥിതിയും ദയനീയമായിരുന്നു. അതിനവർ കണ്ടെത്തിയ ന്യായം, യേശുക്രിസ്തുവിനെ ക്രൂശിച്ച ജനതയാണിവർ, ഇവർക്കൊരു സഹായവും ചെയ്യാൻ പാടില്ല, അവരാക്ഷേപിക്കപ്പെടേണ്ടവരാണ് എന്ന് ആളുകളുടെ ഇടയിൽ പ്രചരണ നടന്നു. തദനന്തരം സർചക്രവർത്തിമാർ റഷ്യയിൽ അവരെ പീഡിപ്പിച്ചു. ഇറ്റലിയിലും ജർമ്മനിയിലും അവർ പ്രതിസന്ധി നേരിട്ടു. ആ പ്രതിസന്ധിയുടെ ചില ഉള്ളടക്കങ്ങൾ മാത്രം വേഗത്തിൽ ഞാൻ പറയാം. അന്നിറങ്ങുന്ന നോവലുകൾ, നാടകങ്ങളിലൊക്കെ ജൂതനാണ് ഒരു മോശം കഥാപാത്രം. നിങ്ങൾ പഠിച്ച മാർച്ചൻ്റ് ഓഫ് വെനീസ്, വില്യം ഷേക്സ്പിയറുടെ ഒരു കഥ ഓർമ്മയുണ്ടാവും. അതിലൊരു ഷൈലോക്കുണ്ട്, ഒരു ജൂതൻ, കൊള്ളപ്പലിശയ്ക്ക് പണം പിരിക്കുന്ന ജൂതൻ. അപ്പോൾ ജൂതന്മാർ അമിത പലിശ വാങ്ങുന്നവരും സാമൂഹ്യനീതിയില്ലാത്തവരും വളരെ മോശമായി സമൂഹത്തിൽ ഇടപഴകുന്നവരുമാണ് എന്ന ധ്വനി വരുന്ന ധാരാളം കഥകൾ ഇറങ്ങി. ജൂതന്മാരെക്കുറിച്ച് സമൂഹത്തിൽ ഇവർ കൊള്ളരുതാത്തവരാണ് എന്ന് ധരിക്കത്തക്ക വിധം ഉള്ള പ്രചരണങ്ങൾക്ക് ലോകരാഷ്ട്രങ്ങൾ പലരും തയ്യാറായി. അവർക്ക് ആശ്വാസമായി തീർന്നത് അമേരിക്കയാണ്, മറ്റൊന്ന് നമ്മുടെ കേരളമാണ്, ഇന്ത്യയാണ്. ഇങ്ങനെ ചുരുക്കം ചില സ്ഥലങ്ങളൊഴിച്ചാൽ ബാക്കി ഏവിടെടുത്തും അവർ ദാരുണ പീഡകൾക്ക് വിധേയരായി. അവരുടെ കുട്ടികൾ കലാളികത്തിൽ മികവ് പുലർത്തി പാസ്സായാലും പറയും അവർ ശരിയല്ല, OP അടിച്ച് ജയിച്ചവരാ, നേരാമണ്ണം ജയിക്കാനുള്ള ബുദ്ധിയും പ്രാപ്തിയൊന്നും അവർക്കില്ല. അതുകൊണ്ട് നല്ല വിജയം കരഗതമാക്കിയാലും ആക്ഷേപിക്കപ്പെടും, ചോദ്യം ചെയ്യും. ഒരുമിച്ചുള്ള സ്കൂളിലെ ടൂർ പ്രോഗ്രാമുകളിൽ നിന്ന് ജൂത വിദ്യാർത്ഥികളെ ഒഴിവാക്കും. നിങ്ങൾ കൂടെയുണ്ടെങ്കിൽ പ്രശ്നം വരണ്ട. ജൂത വിദ്യാർത്ഥികൾ ചെറിയ കുറ്റത്തിനും ശിക്ഷിക്കപ്പെട്ടു. കുട്ടികൾക്കിടയിൽ അതൊരു വല്ലാത്ത മാനസികാവസ്ഥ സംജാതമാകാൻ കാരണമായി. മുതിർന്നവരോടുള്ള പ്രവർത്തനങ്ങളും വളരെ മോശമായിരുന്നു. ഇങ്ങനെ മാനസിക പീഡകൾക്കൊടുവിൽ ചില കടകളിൽ ബോർഡ് പ്രത്യക്ഷപ്പെട്ടു, ഇവിടുന്ന് ഒരു ഉൽപ്പന്നവും ജൂതന് വിൽക്കുന്നതല്ല, ഇവിടെ നിൽക്കണ്ട. ജൂതന്മാർക്ക് നേരെയുള്ള പീഡയുടെ രൂപം മാറി, അത് ശരീരപീഡയിലേക്ക് കടന്നു. ചെറിയ കുറ്റം പോലും ചുമത്തി ഇവരെ ന്യായാധിപ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ കാര്യമായ ചോദ്യം ചെയ്യാതെ ജൂതനാണെന്ന ഒറ്റ കാരണം മതി, നീ ക്രിമിനലാണ്. അങ്ങനെയുള്ള ശിക്ഷകൾ ധാരാളമായി നടന്നു. അതെല്ലാം ഞാൻ പറയുന്നില്ല. അതിനുശേഷം വാക്സിനുകൾ നൽകുന്നു എന്ന വ്യാജേന നിരവധി ജൂത കുട്ടികളെ തിരഞ്ഞു പിടിച്ച് അവരുടെ ശരീരത്തിലേക്ക് മാരകമായ പ്ലേഗിൻ്റെ മറ്റ് രോഗങ്ങളുടെ അണുക്കളെ കുത്തിവെച്ച് രോഗികളാക്കും. ഈ കുഞ്ഞുങ്ങൾ രോഗികളായി ചികിത്സക്കെത്തുമ്പോൾ പ്ലേഗ് പടർന്നു പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ പിന്നെ മാതാപിതാക്കളെ കാണിക്കില്ല, അവരെ ജീവനോടെ കീറിമുറിച്ച് പഠനവിധേയമാക്കുന്ന അവസ്ഥാവിശേഷം സംജാതമായി. പിന്നെയുമുണ്ട് ചില രീതികൾ, സ്ത്രീകളെയും മറ്റും ഉപദ്രവിച്ച രീതികൾ ഒരു പൊതുജന സമക്ഷം വിശദീകരിച്ചുകൂടാ. അതിൽ പറയാവുന്നവ ഞാൻ പറയാം. ഗർഭവതികളായ സ്ത്രീകളുടെ ഉദരം പിളർന്ന് ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുക്കും. അതിനെ ഉടച്ചു പരുവപ്പെടുത്തി ഉണ്ടാക്കുന്ന ലിക്വിഡ് ഉപയോഗിച്ച് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കി യൂറോപ്പിൻ്റെ വിപണിയിൽ വിറ്റു ഹിറ്റ്ലർ. മുസോളിനിയും ഹിറ്റ്ലറുമൊക്കെ ചേരുന്ന ഇറ്റലിയിലെയും ജർമ്മനിയിലെയും രാഷ്ട്രീയ തന്ത്രജ്ഞന്മാർ അതിരൂക്ഷമായ പീഡയുടെ ഒരു വലിയ ശക്തിമത്തായ ഇടപെടൽ നടത്തി കഴിഞ്ഞു. പിന്നെയുണ്ട് നിങ്ങൾ കേട്ടിട്ടുള്ള
പല വിശദീകരണങ്ങളുണ്ട്. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരം എന്നറിയപ്പെടുന്ന ഒരു ചാനലുണ്ട്. അതിൽ ജൂതന്മാരെ പീഡിപ്പിച്ച സ്ഥലങ്ങളൊക്കെ അദ്ദേഹം കാണിക്കുന്നുണ്ട്. ഒരു തീവണ്ടിയുടെ വാഗണിനുള്ളിലേക്ക് ജൂതന്മാരെ കുത്തി നിറച്ച് കയറ്റുക, ഇരിക്കാൻ സൗകര്യമില്ല, നിർത്തിയിരിക്കുകയാണ്. ആ ആളുകൾക്ക് നടുവിലേക്ക് ഇതേ ഡീസൽ എഞ്ചിൻ പ്രവർത്തിപ്പിച്ച് തീവണ്ടിയുടെ ഡീസൽ എഞ്ചിനിൽ നിന്ന് പുറത്തു വരുന്ന പുക ഇതിനകത്തേക്ക് യു ആകൃതിയിലുള്ളൊരു പൈപ്പിലൂടെ തിരിച്ചു കയറ്റി പുക കൊണ്ട് നിറയ്ക്കുക. പണ്ട് ഇന്ത്യയിൽ നടന്നു വാഗൺ ട്രാജഡി, ഇതിന് സമാനമായ സംഭവം. ഈ പുക ശ്വസിച്ച് ശ്വാസം മുട്ടി മരിക്കുന്ന മനുഷ്യന് മരിച്ച് വീഴാൻ പോലും സൗകര്യമില്ല. തൊട്ടടുത്ത് ധാരാളം ആളുകളെ ഇതുപോലെ നിർത്തിയിരിക്കുകയാണ്. തീവണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, പിന്നാലെ പിന്നാലെ അടുത്ത വണ്ടി വന്നുകൊണ്ടിരിക്കും. 100 കണക്കിന് മനുഷ്യരെ ഇങ്ങനെ കൊന്ന മനുഷ്യരെ കൊണ്ടുവന്ന് ഡെത്ത് ക്യാമ്പുകൾ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഇവരെ ശവശരീരം തടി പുറത്തിറക്കുന്ന പോലെ ഇറക്കും. ഇതും മറ്റ് ജൂതന്മാരാണ്. തങ്ങൾ ഈ ഇറക്കുന്ന ശരീരം ആരുടേതെന്ന് പോലും അറിയാതെ പുറത്തിറക്കും. ഈ കോട്ടും സൂട്ടും ആഭരണങ്ങളുമൊക്കെ ഊരും. ഈ ശവശരീരങ്ങൾ കത്തിക്കും. കത്തിച്ച് ശേഖരിക്കുന്ന കൊഴുപ്പുണ്ട്. ആ കൊഴുപ്പ് ശേഖരിച്ച് സോപ്പ് അങ്ങനെയുള്ള വസ്തുക്കൾ ഉണ്ടാക്കി വിപണികളിൽ വിറ്റു. പിന്നെയുമുണ്ട് ചില രീതികൾ. താരതമ്യേന സുന്ദരന്മാരാണവർ. അവരുടെ ശ്രദ്ധാർഹമായ ആ തൊക്കുരിഞ്ഞെടുത്ത് അത് സംസ്കരിച്ച് വാനിറ്റി ബാഗുകൾ ഉണ്ടാക്കി മാനുകളുടെ തോൽ എന്ന വ്യാജേന തെരുവിൽ വിറ്റു ഹിറ്റ്ലർ. പ്രിയപ്പെട്ടവരെ, ചിലരെ കൊന്ന രീതികൾ ഭയാനകമായിരുന്നു. വലിച്ചു കെട്ടിയ മുള്ളുവേലി, ആ മുള്ളുവേലികൾ വളഞ്ഞും തിരിഞ്ഞുമൊക്കെ കെട്ടിയിരിക്കുകയാണ്. ഇതിനകത്തേക്ക് മനുഷ്യരെ നഗ്നരാക്കി നിർത്തുക. പിന്നാലെ നായ്ക്കൾ ഇവരെ ഇട്ട് ഓടിക്കുക. ഓടിച്ചെല്ലുന്ന മനുഷ്യർ മുള്ളുവേലിലൊക്കെ തട്ടി വീഴും. ഇതിലേക്ക് സ്പർശിച്ചാൽ അതിലൂടെ വൈദ്യുതി കടത്തിവിട്ടിരിക്കുക. രക്ഷപ്പെടാനാവാത്ത വിധം നിരവധി മനുഷ്യരെ കൊന്നു. 1-2 പേരെയല്ല. ഹിറ്റ്ലർ ആകെ ജീവകാലത്ത് കൊന്നത് 60 ലക്ഷം ജൂതന്മാരെ. ആകെ 110 കോടി മനുഷ്യരെ കൊന്നു. അതിൽ 60 ലക്ഷവും ജൂതന്മാരായിരുന്നു. അതിദാരുണമായ അവസ്ഥയിൽ കൊന്നു. ഇവരെ അസ്ഥികൂടങ്ങൾ കൊണ്ട് യൂറോപ്പിലെങ്ങും കിടങ്ങുകൾ നിറച്ചു എന്നാണ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരം.com കാണുന്നത്. ഇന്നും ഭയാനകമായ വനങ്ങളുണ്ട്. ഇത്തരം തീവണ്ടികൾ ഓടിച്ചു നിൽക്കുന്ന ഇടങ്ങൾ, മനുഷ്യാസ്തി നിറഞ്ഞ നിരവധി കുഴികൾ, തലയോടുകൾ ചിതറിക്കിടക്കുന്ന നിരവധി ഇടങ്ങൾ. ഈ സ്ഥലങ്ങളിലൊക്കെ ഇന്നും ചരിത്രത്തിൻ്റെ മുമ്പിൽ കാഴ്ചയാണ്. ഒരു മനുഷ്യനെ പരമാവധി എത്ര ദിവസം പട്ടിണിക്കിടാം, മരിക്കാൻ എത്ര നാളെടുക്കും. ഇതൊക്കെ മാരക രോഗത്തിൻ്റെ അണുക്കളെ കുത്തിവെക്കുക, ക്യാൻസർ പോലെ. ഈ രോഗങ്ങൾ ബാധിച്ച മനുഷ്യന് എത്ര നാൾ ചികിത്സ കൂടാതെ ജീവിക്കാൻ പറ്റും? ഇവരെയൊക്കെ ഇത്തരത്തിൽ വൈദ്യ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി. ഇതുപോലെയുള്ള വലിയ ഓഡിറ്റോറിയങ്ങളിൽ മനുഷ്യനെ കൊണ്ടുവരും. ഇവിടെ 10,000-2000 പേർക്ക് ഇരിക്കാമെങ്കിൽ ഈ സ്ഥലത്തേക്കൊരു 10,000 പേരെങ്കിലും കുത്തി നിറയ്ക്കും. എല്ലാ കഥകളും അടയ്ക്കും. ഇതിലേക്ക് മഞ്ഞ നിറമുള്ള, നീല നിറമുള്ള ഒരു വിഷപ്പുക വമിപ്പിക്കും. ആ പുക രൂപപ്പെടുന്നത് ഹിറ്റ്ലർ വിതരണം ചെയ്യുന്ന, അല്ലെങ്കിൽ ചെറിയ കിളിവാതിൽ തുറന്ന് പുറത്തേക്ക് അകത്തേക്കിടുന്ന നീല നിറമുള്ള ഒരുതരം ഗുളികകൾ കൊണ്ടാണ്. അത് താഴെ വീണ് അന്തരീക്ഷം മുഴുവൻ വ്യാപരിക്കും. തൊട്ടടുത്ത 3 മിനിറ്റ് ഇയാൾ ഈ പുക ശ്വസിച്ച് ആന്തരിക അവയവങ്ങൾ ചീഞ്ഞു പഴുത്ത് ഛർദ്ദിച്ച് മരിക്കും. 3 മിനിറ്റ് മതി. ഗുരുതരമായ ഇത്തരം നിരവധി വാതകങ്ങൾ പ്രയോഗിക്കും. നെർവസ് ഗ്യാസ്, ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഉപയോഗിച്ച് കൊന്നു. ഹിറ്റ്ലറുടെ ഗ്യാസ് ചേമ്പർ പ്രസിദ്ധമായിരുന്നു. എന്തിനാ ഇത്രയും പറയേ? നമ്മുടെ പീലാത്തോസ് നസ്രയനായ യേശുവിനെ നിർത്തിയിട്ട് കുറ്റവാളിയല്ലെന്ന് തിരിച്ചറിഞ്ഞിട്ട് ക്രൂശിക്കുവാൻ നിർബന്ധം തന്നെ മേൽ വന്നപ്പോൾ പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. കൈ കഴുകി ശുദ്ധീകരിച്ചു മാറുമ്പോൾ
യഹൂദ പരീക്ഷകളപ്പുറത്തലറി, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വരട്ടെ. ക്ഷണിച്ചു വാങ്ങിയ ഈ രക്തത്തിൻ്റെ ഇടപെടൽ നമുക്ക് അനുഗ്രഹമായപ്പോൾ ചിലർക്ക് ശാപമായി. ഹല്ലേലൂയ. ഈ രക്തം നമ്മളെ വിടുവിച്ചു. ആ രക്തം ശുദ്ധീകരിച്ചു. ആ രക്തം പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു. ആ വീണ്ടെടുപ്പിൻ്റെ സുഖമറിയുന്ന നമുക്ക് സുവിശേഷത്തിൻ്റെ സാരാംശം ഉലകത്തോട് ഇങ്ങനെ പറയാം: അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവൻ്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഉലകം കണ്ടതിൽ ഏറ്റവും ആനന്ദദായകമായ ഔഷധം നസ്രയനായ യേശുവിൻ്റെ രക്തം. ഡോക്ടർക്ക് കണ്ടുപിടിക്കാനാവാത്ത, ലാബിലെ ടെസ്റ്റിൽ വെളിപ്പെടുത്താത്ത, ഇനിയും മനുഷ്യർക്കാർക്കും തിരിച്ചറിയാത്ത മാരക രോഗങ്ങളെ നശിപ്പിച്ച് ജീവനും സന്തോഷവും ഉന്മേഷവും പ്രദാനം ചെയ്യാൻ കഴിയുന്ന കരുത്തുറ്റ ഔഷധം നസ്രയനായ യേശുവിൻ്റെ രക്തം. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം. അത് നമുക്ക് വിടുതലാണ്, ശാശ്വത സമാധാനമാണ്. ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളെയും ശുദ്ധീകരിക്കുന്ന യേശുവിൻ്റെ രക്തത്തിൽ അഭയപ്പെടാം. ചിലർക്കത് ഇത്തരത്തിൽ ഏറ്റെടുത്തു. കാരുണ്യത്തിൻ്റെ ഒരൽപ്പം പോലും കാട്ടാതെ ഈ മനുഷ്യരെ കൊന്നൊടുക്കി. 60 ലക്ഷം പേരെ. ഒരു സമാധാനമില്ല. ക്യാഷുണ്ട്, വേണ്ടതൊക്കെ ഉണ്ട്, സമ്പന്നരാ. പക്ഷെ ആർക്കും ഇവരോട് താല്പര്യമില്ല. കല്ലെറിഞ്ഞൊടുക്കി അവഹേളിക്കുക. അന്നാദ്യമായി അവർ പണത്തിൻ്റെ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ നിസാരത തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഉൽപ്പന്നമില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഭൗതിക വസ്തുക്കളില്ലെങ്കിൽ, ആഹാര വസ്തുക്കളില്ലെങ്കിൽ പണം ഒരു ചവറാണെന്ന് ലോകത്ത് എത്രയോ തവണ തെളിയിക്കപ്പെട്ടു. എത്രയോ ആവർത്തി. ഞാൻ കുമളിയിലൊരു വിവാദ പ്രസംഗം നടത്തിയ നിങ്ങൾ കേട്ടതാണ്. അത് സുവിശേഷ യോഗം ഒന്നുമല്ല കേട്ടോ. അതിനുവേണ്ടി നടത്തിയ ചരിത്ര പഠനത്തിലൊക്കെ നടത്തിയൊരു യോഗമാണ്, നയവിശദീകരണം. ഇന്ത്യക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം എന്തായിരുന്നു അറിയണ്ടേ? പണിയെടുത്തവനെ അംഗീകരിക്കില്ലെന്ന് മാത്രമല്ല, പണിയെടുക്കുന്നത് കുറഞ്ഞൊരു കാര്യമാണെന്ന് കണ്ടു. വയലിൽ നെല്ല് വിളയിക്കുന്നവൻ, കടലിൽ മത്സ്യം പിടിക്കാൻ പോകുന്നവൻ, ഈ അമ്പരചുംബികൾ പടുത്തുയർത്തുന്നവൻ, വാഹനമോടിക്കുന്നവൻ സ്തംഭിപ്പിച്ചാൽ രാജ്യം സ്തംഭിക്കും. ഞാനൊക്കെ ഞങ്ങളുടെ അവിടെ നിന്ന് ട്രിവാൻഡ്രത്തുമൊക്കെ കൺവെൻഷന് പോകുമ്പോൾ എപ്പോഴും കയറി തനിച്ചാണ്, ചിലപ്പോഴാരെങ്കിലും കൂട്ടുകിട്ടും. തൊട്ട് മുമ്പിലൂടെ ഒരു നാശപ്പെർമിറ്റുകാരൻ വഴി കിട്ടുന്നില്ല എന്നുള്ള നിലയിൽ ബുദ്ധിമുട്ടിച്ചു പോകുന്ന പോലെ തോന്നുമ്പോൾ വണ്ടി ഓടിക്കുന്ന നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവർ ഇവനെ ശപിച്ചുകൊണ്ട് ഓരോന്ന് പറഞ്ഞു പോവുക. പക്ഷെ അറിയാം അവൻ എന്താ കൊണ്ടുവന്നതെന്ന് അറിയണ്ടേ? നമുക്കുള്ള ആഹാരമാണ്, നമുക്കുള്ള വെജിറ്റബിൾസാണ്, നമുക്കുള്ള ഓയിലാണ്. ഇവൻ പണി മുടക്കിയാൽ ജീവിതം സ്തംഭിക്കും. ഇപ്പം കർഷകനെ, മത്സ്യത്തൊഴിലാളിയെ, പണിയെടുക്കുന്നവനെ ബഹുമാനിച്ച ഒറ്റ പുരാണവും ഇന്ത്യയിലില്ല, ഒറ്റ ഇതിഹാസവും ഇല്ല. അവിടെയായി പുസ്തകത്തിൻ്റെ മഹത്വം. ബേസൈദ കടൽക്കരയിൽ പണിയെടുക്കുന്ന മത്സ്യത്തൊഴിലാളികളെ, ആട്ടിടയന്മാരെ, ജനസാമാന്യങ്ങളെ ചേർത്ത് നെഞ്ചോട് ചേർത്ത് നിർത്തി പറയുക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആ ആശ്വാസം 2000 ആണ്ടായിട്ടും ഈ ഉഷ്ണം തട്ടുന്ന മരുഭൂമിയിൽ തുടർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ ചീത്ത കേൾക്കുമ്പോഴും, ആക്ഷേപിക്കപ്പെടുമ്പോഴും, ഒറ്റപ്പെടുത്തുമ്പോഴും, കടം കയറുമ്പോഴും ഈ ആശ്വാസമാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ എത്ര ആവർത്തി ഇതൊക്കെ ഇട്ടിട്ട് പോകാൻ തോന്നിയിട്ടും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്താ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൊഴിലിൻ്റെ വിലയും മഹത്വവും അംഗീകരിച്ച ഗ്രന്ഥമാ വിശുദ്ധ ബൈബിൾ. 2000 ആണ്ടിനപ്പുറത്ത് മാർസൊക്കെ ജനിക്കും മുമ്പ് തൊഴിലിനെ ബഹുമാനിച്ച പുസ്തകം ഇത്. പണിയെടുത്തവനെ. അപ്പോഴേ ജൂതനാക്ഷേപിക്കപ്പെട്ടു. വിയന്നയിൽ ഇവരൊരു സമ്മേളനം കൂടി. നമ്മൾ ഈ മലയാളി അസോസിയേഷൻ, തമിഴ് അസോസിയേഷൻ, ഇന്ത്യൻ അസോസിയേഷൻ എന്നൊക്കെ പറയുന്ന പോലെ അവരെല്ലാം സമ്പന്നരാണ്. അവിടെ വലിയ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ പീഡനമൊന്നുമില്ല. അവർ പറഞ്ഞു, നമുക്കിവിടെ വേണ്ടതൊക്കെ ഉണ്ട്. നമുക്ക് സയൻറ്റിസ്റ്റുകളുണ്ട്, ചിന്തകന്മാരുണ്ട്, സമ്പത്തുണ്ട്. പക്ഷെ നമ്മുടെ സമശിഷ്ടങ്ങൾ യൂറോപ്പിലെങ്ങും, ജർമ്മനിയിൽ,
ഇറ്റലിയിൽ, റഷ്യയിൽ ക്രൂര പീഡകൾക്ക് വിധേയമാകുമ്പോൾ ഒരു കൈ സഹായം നമുക്കൊന്ന് ചെയ്തുകൂടെ? അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു മാന്യ വനിതാരത്നം പറഞ്ഞു, നമ്മുടെ സമശിഷ്ടങ്ങളെ സഹായിക്കാൻ നമ്മളൊരു ഫണ്ട് റേസ് ചെയ്യുക. പക്ഷെ പണം ഇപ്പോൾ വേണമെന്നില്ല. നിങ്ങൾക്ക് തരാൻ പറ്റുന്ന പണത്തിൻ്റെ ഒരു കണക്കെഴുതി ഇപ്പോൾ ഇവിടെ ഏൽപ്പിച്ചാൽ മതി. നമ്മൾ ഈ സ്വത്രാഴ്ച എടുക്കുന്ന പോലെ കൊടുത്തു വിട്ടു. സംഭവിച്ച മറ്റൊന്നാണ്, കണ്ണീരോടെ ആഹ്വാനം ചെയ്ത ആ മാന്യവനിതയെ അമ്പരപ്പിച്ചുകൊണ്ട് വേണ്ട തുകയുടെ 3 ഇരട്ടി ഒറ്റ ടൈമിൽ കിട്ടി. ഒറ്റ ടൈമിൽ. ഹല്ലേലൂയ. ഇത് പറഞ്ഞിട്ട് എടുത്താൽ മതിയായിരുന്നു സ്വത്രാഴ്ച. വേണ്ട തുകയുടെ 3 ഇരട്ടി പണമുണ്ട്. കണക്കെല്ലാം എടുത്തു കൊടുക്കും. ഇവരൊരു കാര്യം ചെയ്തു, ഞങ്ങൾക്ക് അന്തർദേശീയ സമൂഹത്തിൻ്റെ മുമ്പിൽ ആവശ്യം വെക്കാനുണ്ട്. പോകുന്നിടത്തെല്ലാം ഞങ്ങളെ ഇങ്ങനെ കൊല്ലുക, ആക്ഷേപിക്കുക, കൊന്നൊടുക്കുക. ലോക മനസാക്ഷി ഞങ്ങൾക്കൊന്ന് അനുകൂലമായ കൊള്ളാം. ഒരുപക്ഷെ ഞങ്ങളുടെ സംസ്കാരമാകാം, ഞങ്ങളുടെ ആരാധനാ രീതിയാകാം, അല്ലെങ്കിൽ ഞങ്ങൾ ചിന്തിച്ചു വരുന്ന കാര്യങ്ങളാകാം ഞങ്ങളെ വെറുക്കാൻ കാരണം. പകരം ഒരു കാര്യം, ഞങ്ങൾക്ക് ഒരു ജില്ല തരണം. ആ ജില്ലയിൽ ഞങ്ങൾ ലോകത്തെവിടെങ്കിലും സ്വസ്ഥമായിട്ട് കഴിയുന്ന ഒരു ജില്ല, അതും വെറുതെ വേണ്ട, പണം തരാം. ആ നാട്ടിലെ ലാൻഡ് വാല്യൂ എന്താ അതിൻ്റെ ഇരട്ടി തരാം. ഒരു ജില്ല ഇരട്ടി തരാമെന്ന് പറഞ്ഞിട്ടും ആരും അടുപ്പിച്ചില്ല. അതും പറ്റില്ല. ഞങ്ങളിപ്പോൾ അഭയാർത്ഥികളെ ശേഖരിക്കുന്ന ഒരു കണക്കുണ്ട്. ആ കണക്കിൽ കവിഞ്ഞ് നമുക്ക് അസൈലം ചെയ്യാൻ പറ്റില്ല. വേണ്ടാരേ കൊടുക്കണം. അവർ തീരുമാനിച്ചു. നമ്മളെ ആർക്കും വേണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമുക്ക് സ്വന്തം ഒരു സ്ഥലം കണ്ടെത്തണം എന്നുള്ള ഒരു നിയോഗമായിരിക്കണം. ഒരു സ്ഥലവും അവർ കണ്ടെത്തി. 2000 ആണ്ടുകൾക്കപ്പുറത്തെ നമ്മുടെ പൂർവികരെ പുറത്താക്കി നമ്മളെ മുഴുവൻ നിഷ്കാസിതരാക്കിയ നമ്മുടെ ജന്മഭൂമിയിൽ അവിടെ പോകണം. അത് തിരിച്ചു കിട്ടണം. ചർച്ച മുഴുകി. അന്ന് ഇന്നത്തെ പാലസ്തീൻ തുർക്കികളുടെ കയ്യിലാണ്. തുർക്കികളുടെ ഭരണാധികാരി ഹുസൈൻ എന്നറിയപ്പെടുന്ന ഒരു രാജാവാണ്. ഈ ഹുസൈൻ രാജാവിനെ ഒരു പ്രതിനിധി സംഘം ചെന്ന് കണ്ടു. രാജാവേ, ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതം അങ്ങേക്കറിയാമല്ലോ. നാടെങ്ങും ഞങ്ങൾ ഒറ്റപ്പെടുക. അങ്ങയുടെ വിശാലമായ തുർക്കി സാമ്രാജ്യത്തിൽ ഒരു 120 മൈൽ ചുറ്റളവുള്ള ഭൂപ്രദേശം മരുഭൂമിയായി കിടപ്പുണ്ട്. പാലസ്തീൻ അത് തരുമോ? വെറുതെ വേണ്ട. അങ്ങ് നിർദ്ദേശിക്കുന്ന ഏത് നഷ്ടപരിഹാരവും ഞങ്ങൾ ചെയ്യും. ഡോളർ പമ്പ് ചെയ്ത് കൊടുക്കാനുള്ള ശേഖരം കയ്യിലുണ്ട്. തുർക്കി രാജാവ് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഫ്രണ്ട്സ്, നിങ്ങളുടെ ഡിമാൻഡ് ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു. പാലസ്തീൻ മൊത്തം തന്നേക്കാം. അതിന് പണമൊന്നും വേണ്ട, വെറുതെ തരാം. കേട്ടപ്പോഴൊരു സന്തോഷം അല്ലേ? അവരാശ്വസിക്കുകയാണെങ്കിൽ ആശ്വസിക്കട്ടെ, നമ്മൾ സന്തോഷിക്കുന്നതിന് എന്താ കുഴപ്പം? പക്ഷെ അടുത്ത കണ്ടീഷൻ കെട്ടിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഒലിവുമല കണ്ടിട്ടുണ്ടോ? ഒലിവുമലയുടെ മുകൾ പരപ്പിൽ നിന്നുകൊണ്ട് വടക്കോട്ട് നോക്കുമ്പോൾ സ്വച്ഛന്തമൊഴുകുന്ന ഗലീലിയ കടലിൽ നിന്നൊഴുകുന്ന യോർദാൻ നദി കണ്ടിട്ടുണ്ടോ? ആ യോർദാൻ നദി ഉത്ഭവിക്കുന്ന എവിടുന്ന? ഗലീലിയ തടാകത്തിൽ നിന്ന്. അതുപോയി ചേരുന്ന എവിടെ? ചാവുകടലിൽ. അതും ഒലിവുമലയും തമ്മിൽ ഉയരം എങ്ങനെ? ഒരു 800,000 അടി. പ്രിയപ്പെട്ടവരെ, അങ്ങകല കൂടി സ്വച്ഛന്തമൊഴുകുന്ന യോർദാൻ നദി. ആ യോർദാൻ നദിയിൽ നിന്ന് ഒലിവുമലയുടെ ഉയരം ഏകദേശം 1000 അടി. 800,000. 800 അല്ലെങ്കിൽ 1000. ആ യോർദാനിലെ വെള്ളം
എന്നെങ്കിലും ഒഴുകി ഒലിവുമലയുടെ മീതെ കയറുന്നൊരു കാലം വന്നാൽ പാലസ്തീന് ഫ്രീ ആയിട്ട് തരാം. എന്താ മനസ്സിലായി? കൊടുക്കാനാണോ? അല്ല, ജൂതന്മാർക്ക് ഇവിടെ കിട്ടി നടക്കത്തില്ല. നമ്മളാണെങ്കിൽ പിന്നെ അവിടെ ഇങ്ങനെ തലയും ചൊറിഞ്ഞു നിന്നാച്ചാ അത് എന്നാച്ചാ നിന്നില്ല. അതിലൊരു ചുറുചുറുക്കുള്ളൊരു വിദ്യാർത്ഥി ഉണ്ടാകും, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ്, യൂതന. അവൻ മാത്രം തിരിഞ്ഞു എന്നിട്ട് പറഞ്ഞു, ചക്രവർത്തി തിരുമനസ്സേ, തെറ്റിദ്ധരിക്കണ്ട, ഞങ്ങളുടെ ആവശ്യകതയുമായി തുലനം ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ നടക്കുമെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങേക്ക് ചരിത്രം അറിയുമല്ലോ, ഞങ്ങളുടെ പൂർവികരെ ചെങ്കല്ലും വെട്ടിക്കീറിയ ഇവിടെ വരെ വന്ന് സൂര്യചന്ദ്രന്മാരുടെ വഴിതടഞ്ഞ് രാപ്പകലുകളെ സ്തംഭിപ്പിച്ച പ്രാർത്ഥനയുടെ ചരിത്രമുള്ള അധികാരത്തിൻ്റെ ശുശ്രൂഷ ചെയ്ത പൂർവികർ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇതും സംഭവിക്കും എന്ന് വിശ്വസിക്കാനായി എനിക്കിഷ്ടം. 800 അടിയെങ്കിലും മുകളിലേക്ക് യോർദാനിലെ വെള്ളം കയറുമെന്ന് ഒരു പ്രതീക്ഷയും ആർക്കില്ല. പക്ഷെ തമ്പുരാനിൽ വിശ്വസിക്കുന്നവൻ ഇതും വിശ്വസിക്കണം. ദൈവം നിശ്ചയിച്ചാൽ ഇത് സംഭവിക്കും. ഹല്ലേലൂയ. ദൈവം നിശ്ചയിച്ചതെന്തോ അത് സംഭവിക്കും. അടുത്തെന്തോ ഇങ്ങനെ ഇരിക്കെ 1-ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 2 ശാക്തിക ചേരികളായി ലോകം തിരിഞ്ഞു. ഒരു ഭാഗത്ത് ബ്രിട്ടൻ, കൂടെ അമേരിക്ക, അതുപോലെ നമ്മളറിയുന്ന റഷ്യ, അന്നെല്ലാവരും ഒന്നിച്ച. അപ്പുറത്ത് ഇറ്റലി, ജർമ്മനി അടങ്ങുന്ന അച്ചുതണ്ട് ശക്തികൾ, ആക്ഷൻ പവർ. ഇത് അലയൻസ് പവർ. യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ബ്രിട്ടന് മുൻതൂക്കം. 2-ാം ഘട്ടം വരുമ്പോഴേക്കും ബ്രിട്ടൻ യുദ്ധത്തിൽ പരാജയം മണത്തു തുടങ്ങി. ചൈനയിൽ നിന്ന് വെടിമരുന്ന്, ചെമ്പും സിങ്കും വെടിമരുന്നുമൊക്കെ ലോകത്തിന് ധാരാളം കൊടുത്ത രാജ്യമാണ് ചൈന. ചൈന പണ്ടേ സംസ്കാര സമ്പന്നമാണ്, വാണിജ്യപരമായി ഒത്തിരി ഉയർച്ചയിലാണ്. അവിടെ നിന്ന് ലഭിച്ച വെടിമരുന്നുകൾക്കൊരു പ്രശ്നം, യുദ്ധമുഖത്ത് തണുപ്പേറി വന്നാൽ ഈ വെടിമരുന്ന് തണുക്കും, യുദ്ധം ചെയ്യാൻ വയ്യ. അന്ന് മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ വെയ്സ്മാൻ എന്നൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു നൂതന ഗവേഷണത്തിൽ, ഒരു യഹൂദന, താൻ കണ്ടുപിടിച്ച മാരകമായ സ്ഫോടനം നിർവഹിക്കുന്ന ചിലതരം സ്ഫോടക വസ്തുക്കളുണ്ട്. TNT ഒന്നുമല്ല, TNT-നേക്കാളും പ്രസംഗിക്കാറുണ്ട്. ഇത് അന്തരീക്ഷവായുവിൽ ഉരഞ്ഞ് തീപിടിക്കും, നിസാര കാര്യം മതി തീപിടിക്കാൻ. അതുകൊണ്ട് ഇത് യുദ്ധസ്ഥലത്ത് കൊണ്ടെത്തിക്കപ്പാടാം. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം വിശുദ്ധ ബൈബിളിലെ ജോബിൻ്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കെ ഒരു വചനം അവിചാരിതമായി വായിച്ചു. മനുഷ്യപുത്ര, കന്മഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? ഞാനവയെ പോരും പടയുമുള്ള നാളിലേക്ക് സംഗ്രഹിച്ചു വച്ചിരിക്കുന്നു. ഐസുകൾ കൊണ്ടുണ്ടാക്കിയ പെട്ടി, അതിനുള്ളിൽ കെമിക്കലൊക്കെ ഇട്ട് സൂക്ഷിക്കുക. അദ്ദേഹം പഠിച്ചു. മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി പ്രൊഫസർ വെയ്സ്മാനെ കണ്ട് ബ്രിട്ടൻ പറഞ്ഞു, യുദ്ധത്തിൽ ഞങ്ങൾ പരാജയത്തിൻ്റെ മുനമ്പത്ത് നിൽക്കുക, തോൽവി അണയാൻ പോവാ. എന്തുണ്ട് വഴി? പ്രൊഫസർ പറഞ്ഞു, നോ, നിങ്ങൾ തോൽക്കില്ല, ജയം നമുക്കാ. ഒറ്റ കാര്യം, ഇതിനെന്ത് പ്രതിഫലം തരും? യുദ്ധം ജയിച്ചാൽ. വിലപേശി ഉറപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, $1 വേണ്ട, സൗജന്യം. ഒറ്റ കാര്യം, യുദ്ധം ജയിച്ചാൽ പാലസ്തീൻ ഞങ്ങൾക്ക് തരണം. ബ്രിട്ടൻ ആ ട്രീറ്റിയിൽ ഒപ്പുവെച്ചു. യുദ്ധം ജയിച്ചു. യുദ്ധം ജയിച്ചു എന്ന് പറയാൻ ഞാൻ പറഞ്ഞത്ര വേഗത്തിലല്ല കേട്ടോ, സമയക്കുറവുകൊണ്ട് ഞാനങ്ങ് ജയിപ്പിച്ചത്. യുദ്ധം ജയിച്ചു. ഈ പാലസ്തീൻ പിടിക്കാൻ ബ്രിട്ടൻ നിയോഗിച്ചയച്ചത് ബ്രിട്ടീഷ് ജനറൽ അല്ലൻബി എന്നൊരു സേനാനായകനെയാണ്. അദ്ദേഹം ഈ ആംഗ്ലിക്കൻ ചർച്ചുകാരനാണ്. ഇവിടെ CSI പോലുള്ള സഭകളിലെ സഹോദരന്മാരുണ്ട് മനസ്സിലാക്കാൻ. ആംഗ്ലിക്കൻ. അദ്ദേഹം നന്നായി ബൈബിൾ വായിക്കുന്ന ആളാണ്. ലോകത്തിന് തന്നെ ബൈബിൾ കൊടുത്തൊരു കമ്മ്യൂണിറ്റിയാണ്
ആംഗ്ലിക്കൻ, മുമ്പ് പറഞ്ഞ രാജാവുണ്ടല്ലോ, ജെയിംസ് രാജാവ്, ഇതൊക്കെ ആംഗ്ലിക്കനാണ്, അല്ലെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഒക്കെ ചർച്ച്. ഈ അല്ലൻബി യോർദാന് കുറുകെയുള്ള ഇന്നത്തെ യോർദാൻ നദി അക്കരെ കടക്കാൻ ബെയിലി പാലം പോലെ ഒന്ന് സജ്ജീകരിച്ചു. ഇപ്പോഴും ആ സ്ഥാനത്തൊരു പാലമുണ്ട്, ഇപ്പം നല്ല പാലമാണ്. ആ പാലത്തിൻ്റെ പേര് ഇപ്പോഴും അല്ലൻബി പാലം എന്നാണ്. ബ്രിഡ്ജ്, അല്ലൻബീസ് ബ്രിഡ്ജ്. ഇതക്കരെ കിടന്നു. ഒലിവുമലയുടെ മുകളിലെത്തി. ഒലിവുമലയുടെ മുകളിലെത്തി ഈ യുദ്ധക്കളമൊക്കെ ഒന്ന് നോക്കാൻ അദ്ദേഹത്തിന് കൊടുത്ത ബൈനോക്കുലർ വെച്ച് ഈ പരിസരമൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ ഗലീലിയക്കടൽ അവിടെ, മനോഹരമായ ഫലപുഷ്ടിയായ ഈ സ്ഥലമല്ല ഇങ്ങനെ കണ്ട്. അദ്ദേഹം തൊട്ടടുത്ത സ്ഥലം കൂടെ നോക്കി. നമ്മൾ മുമ്പ് പരിചയിച്ച യെരൂശലേം, തമ്മിൽ ഇണക്കിയ നഗരം, 5 മലകളാൽ ചുറ്റപ്പെട്ട് കെരൂത്ത് താഴെ വഴി ഒഴുകുന്ന മനോഹര നഗരം, ചിന്നിച്ചിതറിക്കിടക്കുന്ന യെരൂശലേമിൻ്റെ പൗരാണികമായ ദേവാലയത്തിൻ്റെ കല്ലുകൾ കണ്ടു. ബൈബിൾ വായിച്ചും ചരിത്രം പഠിച്ചും ശീലമുള്ള അല്ലൻബിയുടെ മനോമുഖരത്തിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. അല്ലൻബി മനസ്സിലാക്കി, ഇവിടെ അല്ലേ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങിയ യെരൂശലേം ദേവാലയം. പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി വഴി നടത്തിയ തൻ്റെ ജനം ഒരുമിച്ച് കൂടാൻ സോളമൻ പ്രാർത്ഥിച്ച് സമർപ്പിച്ച ദേവാലയം. സോളമൻ പ്രാർത്ഥിച്ച് സമർപ്പിച്ച ദേവാലയം ഇവിടെയായിരുന്നില്ലേ? അന്നാസിൻ്റെ കയ്യഭാവിൻ്റെ കോടതി മുറികളാ കാണുന്നതൊക്കെ അല്ലേ? സർവോപരി കർത്താവായ യേശുക്രിസ്തുവിനെ വിചാരണ ചെയ്ത പീലാത്തോസിൻ്റെ കൊത്തളം അവിടെ ആയിരുന്നില്ലേ? മാരകമരക്കുരിശുമെന്തി കാൽവറി വരെ നടന്നുപോയവൻ പോയ പാത, ആ ചെമ്മൺ പാത ഇന്നും അവിടെ കിടക്കുന്നു, കല്ലുപാകി ഉറപ്പിച്ചു. അത് കണ്ട് നൊമ്പരപ്പെട്ട് ഈ ചരിത്രമെല്ലാം പഠിച്ചവൻ യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ചു. അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാൻ വയ്യ. കൺട്രോൾ റൂമിലേക്ക് ഒരു സന്ദേശം അയച്ചു, ഞാൻ അല്ലൻബി, ഞാൻ വന്നെത്തി നിൽക്കുന്നത് എൻ്റെ വീണ്ടെടുപ്പുകാരനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ദാവീദിൻ നഗരത്തിൽ, മഹാരാജാവിൻ്റെ നഗരത്തിൽ ചോരയൊഴുക്കാൻ വയ്യ, വെടിയുതിർക്കാൻ വയ്യ. എന്നെ ഒന്ന് തിരിച്ചു വിളിക്കണം, മറ്റൊരാളെ റീപ്ലേസ് ചെയ്യണം. കൺട്രോൾ റൂമിലെ മറുപടി, സാധ്യമല്ല, നിങ്ങളെ ഏൽപ്പിച്ച ജോലി ചെയ്തേ പറ്റൂ. ക്വസ്റ്റ്യൻ ചെയ്യേണ്ട, ജോലി കംപ്ലീറ്റ് ചെയ്യണം. അല്ലൻബി മടുത്തില്ല, വീണ്ടും അയച്ചു ഒന്നുകൂടി. അപ്പോൾ മറുപടി അല്പം മൃദുവായിരുന്നു. മിസ്റ്റർ അല്ലൻബി, നിങ്ങളൊരു പ്രാർത്ഥന മനുഷ്യനാണെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളെപ്പോലെ ബ്രില്യൻ്റായ ഒരാൾക്ക് ഇത് കീഴടക്കാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങളുടെ രണ്ടാമത്തെ അപേക്ഷ ഞങ്ങൾ കൈപ്പറ്റി. അത് മറ്റൊന്നുമല്ല, ചോരയൊഴിയാതെ വെടിയുതിർക്കാതെ ഞാനിവിടെ ഒഴിപ്പിച്ചു തരാം, എനിക്ക് സമയം നീട്ടിത്താ. മറുപടി, സമയം നീട്ടിത്തന്നിരിക്കുന്നു. അല്ലൻബിയും സഹപ്രവർത്തകരും ചില ദിവസങ്ങൾ അവിടെ കഴിയണം. അവിടുത്തെ യുദ്ധതന്ത്രങ്ങൾ എന്താണെന്ന് ആലോചിക്കണം. തനിക്കും സഹപ്രവർത്തകർക്കും കഴിയാൻ സൈനികന്മാരുടെ ബാരാക്കുകൾ സജ്ജീകരിച്ചു, ടെൻറ്റുകൾ കെട്ടി. അനുദിന ആവശ്യത്തിന് ആഹാരം പാകം ചെയ്യണം, മറ്റിതര കാര്യങ്ങൾക്ക് വെള്ളം വേണം. പല സ്ഥലങ്ങളിൽ പോളിത്തീനുകൾ കൊണ്ടുണ്ടാക്കിയ കൃത്രിമ ടാങ്കുകൾ പല തട്ടുകളിൽ വെച്ച് ജനറേറ്റർ ഡീസൽ ഉപയോഗിച്ച് കറക്കി യോർദാനിൽ നിന്ന് വെള്ളമടിച്ചു. പല തട്ടുകളിൽ കൂടി വെള്ളം നിറച്ച് ഒലിവുമലയുടെ മുകളിൽ എത്തിച്ചു. ടാങ്കിൽ വെള്ളം നിറഞ്ഞിട്ട് താഴോട്ടൊഴുകി കിദ്രോൻ തോട്ടിലും ചെന്ന് വെള്ളം പതിച്ചെന്നാ കണക്ക്. അതിനാ ഞാൻ ആദ്യം ആ ചരിത്രമൊക്കെ പറഞ്ഞു. അന്നേരം ഉറങ്ങിയത് എന്തിനാ? അപ്പോഴാ മനസ്സിലാകാത്ത പോയ പിടി കിട്ടിയോ? അല്ല, ഇതെല്ലാം എനിക്കറിയാമെന്ന് പറയാൻ വേണ്ടിയല്ല, കാര്യം മനസ്സിലാക്കാനാ. അക്ഷരാർത്ഥത്തിൽ ഹുസൈൻ്റെ വെല്ലുവിളി ദൈവം അങ്ങ് ഏറ്റെടുത്തു. അങ്ങനെയെങ്കിൽ നമുക്കെതിരെ ആര് വെല്ലുവിളിച്ചാലും തല മാറ്റിക്കൊട്, ഏറ്റെടുക്കേണ്ടവൻ ഏറ്റെടുക്കും.
പ്രവർത്തന സ്വാതന്ത്ര്യമില്ലാത്ത ഈ നാട്ടിൽ എത്ര വെല്ലുവിളികൾ കണ്ട തൻ്റെ മക്കൾ ഇവിടെ നിൽക്കുന്നത് പടുത്തുയർത്തി മഹാസൗധമായി പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത ദൈവസഭയുടെ ആഴമേറിയ കല്ലുകൾ അടിസ്ഥാനം ഇവിടെ ഇട്ടത് ഒരു കാര്യം ഉറപ്പാ, ഇനി നമ്മൾ പിന്നോട്ട് പോകുന്ന ചരിത്രമില്ല. സഭ ആദ്യ ദ്രുതം അതിൻ്റെ ദൗത്യത്തിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ആർക്കും തോൽപ്പിക്കാനാവാത്ത വിധത്തിൽ സഭ അതിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും. ആമേൻ. ഒടുക്കം അലൻബി ഒരു ബൈപ്പോളാർ ഹെലികോപ്റ്ററിൽ ലഘുലേഖകൾ തയ്യാറാക്കി അതിങ്ങനെ താഴേക്കിട്ടു. അവിടെ എങ്ങും പാലസ്തീനിലെങ്ങും അതിലെഴുതിയിരുന്നു, കീഴടങ്ങുക, അല്ലെങ്കിൽ ഞാൻ വെടിവെക്കും, ആക്രമിക്കും. മുകളിൽ കുറേ കാര്യമുണ്ട്, അത് ചുരുക്കി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. വളരെ സോഫ്റ്റായിട്ടൊക്കെ അഡ്രസ്സ് ചെയ്തേ ജനത്തെ. മക്കളെ, എതിരാളികളെ വിളിച്ച് അങ്ങനെ, മക്കളെ, അദ്ദേഹം പക്വമതിയായ ഒരു പ്രായമുള്ള മനുഷ്യനാ. മക്കളെ, പറന്നു പോകാൻ ശ്രമിക്കരുത്, ആകാശം ഞാൻ അടച്ചിരിക്കുന്നു, പറക്കരുത്, ഇഴഞ്ഞു നീങ്ങരുത്, കര എൻ്റെ പരിധിയിലാണ്, ഇഴഞ്ഞു നീങ്ങരുത്, നീന്തി കടക്കരുത്, സമുദ്രവും ഞാൻ അടച്ചിരിക്കുന്നു, ഒറ്റ വഴി, കീഴടങ്ങുക, അല്ലൻബി. ഇതിൽ ഇവർക്ക് വായിച്ചിട്ട് മനസ്സിലായത് കീഴടങ്ങുക, അല്ലൻബി എന്ന് മാത്രമാണ്. അതിലവരതിന് കണ്ടെത്തിയ അർത്ഥം ഇങ്ങനെയാണ്. അല്ലൻബി എന്ന് പറഞ്ഞാൽ അല്ലാഹ് എഗെയിൻസ്റ്റ് യു, അല്ലാഹ് എതിരാണ്. എൻ്റെ വിദ്യാഭ്യാസം ഇല്ലുള്ള ഗതികേട് ആലോചിച്ചു. കീഴടങ്ങുക, അല്ലെങ്കിൽ വെടിവെക്കുക. അവർ വെള്ളക്കൊടി ഉയർത്തി കീഴടങ്ങി. അല്ലൻബിയുടെ ബൈപ്പോളർ ഹെലികോപ്റ്റർ അന്തരീക്ഷത്തിൽ ശബ്ദമുഖരിതമായി പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സഖ്യസേന അയച്ചു കൊടുത്ത ഒരു സഹായക വിമാനം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. അതിങ്ങനെ ക്ലോക്ക് വൈസിൽ നഗരം ചുറ്റാൻ തുടങ്ങി. റഷ്യയുടെ സഹായക വിമാനം മറുതലക്കിൽ നിന്ന് വന്നു. അത് ആൻറ്റി ക്ലോക്ക് വൈസിൽ ചുറ്റാൻ തുടങ്ങി. സൈനികരുടെ ആ വിന്യാസം അറിയാമല്ലോ. എങ്ങും ശബ്ദമുഖരിത അന്തരീക്ഷം. ആറാബ്സ് ഭയന്നു. ഇതെല്ലാം അത്ഭുതം. കാലങ്ങൾക്കപ്പുറത്ത് പ്രവാചകൻ എഴുതി വെച്ചു, അന്നാളിൽ പക്ഷി ചുറ്റിപ്പറന്ന് കാക്കും പോലെ ഞാൻ യെരൂശലേമിനെ കാത്തുകൊള്ളും. അവരെ തൊടുന്നവർക്കൊക്കെ അവൾ ഭാരമേറിയൊരു കല്ലാകും, അവൾ മുറിവുൽപ്പാദിപ്പിക്കും. പ്രവചനം നിറവേറിക്കൊണ്ട് അന്ന് യെരൂശലേം അല്ലൻബിയുടെ കയ്യിലെത്തി, ബ്രിട്ടനോട് കൂട്ടിച്ചേർത്തു. കാര്യം ഇതാണെങ്കിലും യുദ്ധം തീർന്നിട്ട് ചിരിച്ചു കിട്ടിയില്ല ഇസ്രായേലിന്. കാരണം അറബ് കൺട്രീസും അതുപോലെ റഷ്യയും ഈ നീക്കത്തിനെതിരായി. തദ്ദേശവാസികളായി ഇവിടെയുള്ള പാലസ്തീനികൾക്ക് ബുദ്ധിമുട്ടാകും, പറ്റില്ല. എണ്ണയുടെ രാഷ്ട്രീയം, റഷ്യയുടെ എതിരൽ, ഇതെല്ലാം വന്ന് പ്രശ്നമായി. പക്ഷെ പറഞ്ഞ സ്ഥിതിക്ക് കൊടുക്കാതിരിക്കാനും വയ്യ. ആകെ പ്രശ്നം. ഒടുക്കം ഒരു കാര്യം ചെയ്തു. ഇന്ന് യോർദാൻ എന്ന് പറയുന്ന നദിയുടെ ഇങ്ങേ തലക്കലുള്ള ഭാഗം മുഴുവൻ ഇസ്രായേൽ മക്കൾക്ക് വരാം, സ്ഥലം വില കൊടുത്ത് വാങ്ങാം, അക്കരെ കയറരുത്. പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിക്കൊള്ളണം. അങ്ങനെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങും. തങ്ങൾ വിറ്റഴിക്കുന്ന സ്ഥലത്തിൻ്റെ മൂല്യമറിയാതെ അറബ്സ്, അവിടുത്തെ പലസ്തീനികൾ സ്ഥലം വിറ്റുകൊണ്ടേയിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കൂ, ഇക്കരെയുള്ള ഭാഗമുണ്ടല്ലോ, പശ്ചിമ ഭാഗം, നമ്മൾ വെസ്റ്റ് ബാങ്ക് എന്നൊക്കെ പറയുന്ന ഭാഗം ഉൾപ്പെടെയുള്ള ഭൂപ്രദേശം മാറ്റിയിരുന്നു. അതായത് ഇപ്പം പറഞ്ഞ യെരൂശലേം അടക്കമുള്ള സ്ഥലം ഇസ്രായേൽ മക്കൾക്ക് കിട്ടിയില്ല. അവർക്ക് അവിടെ നിന്ന് താമസിക്കാം. യെരൂശലേമിൽ കയറാൻ പറ്റില്ല. വില കൊടുത്ത് അവർ സ്ഥലം വാങ്ങി. ഒടുക്കം ഇതും കണ്ട് അംഗസംഖ്യ കൂടുന്ന കണ്ട് നാട്ടുകാർ പക്ഷമായി, ഇനി ജൂതന് സ്ഥലം കൊടുക്കാൻ പാടില്ല, ഞങ്ങളേതായി എരിക്കുന്നു, ശ്വാസം മുട്ടിക്കുന്നു. ഒരു ഫോർമുല കൂടി കിട്ടാൻ പറ്റും. സാർ ആദർ ബാൽഫർ, അദ്ദേഹമാണ് ഈ സ്ഥലം കൊടുക്കുന്നത്. ബാൽഫർ വിളംബരം എന്ന് പറയും. സ്ഥലം കൊടുത്തു. അക്കരെ കിടക്കുന്ന സ്ഥലം
ഇന്ന് നമ്മൾ യോർദാൻ വിളിക്കുന്ന രാജ്യം അത് മുഴുവൻ പാലസ്തീനിൽ ഇരിക്കട്ടെ. നിങ്ങളൊക്കെ അതൊക്കെ മനസ്സായതാണ്. പക്ഷെ അറബ് രാജ്യങ്ങളും റഷ്യയൊക്കെ പറഞ്ഞു അത് വേണ്ട, ഇത് നിങ്ങളുടെ സ്ഥലം, നിങ്ങളെന്തിനാ എഴുതുപോലെ നിങ്ങളിവിടെ കണ്ടിട്ടില്ല. അന്ന് അതെങ്കിലും അംഗീകരിച്ചെങ്കിൽ ഇത് കിട്ടിയത്. ആ ഓർമ്മ തള്ളിക്കളഞ്ഞ അവരുടെ വലിയ പരാജയം. മനസ്സിലായ ചരിത്രം. അപ്പൊ പിന്നെ ഇപ്പൊ ആരാടെ ഭരിക്കുന്ന അറിയുന്നേ? ഇവിടുത്തെ ആർക്കും വേണ്ടാതെ വന്നപ്പോൾ ഇസ്രയേലിന് കിട്ടിയാൽ കൊള്ളാൻ കൊടുക്കൂല. ഇവിടുത്തെ പ്രധാനപ്പെട്ട മസ്ജിദിൽ ബാങ്ക് വിളിക്കുന്ന ഒരു കുടുംബത്തെ അറബികൾ വിളിച്ച് ഫ്രീ ആയിട്ട് കൊടുത്ത സ്ഥലമാണ് യോർദാൻ. ചോദിക്കാതെ കിട്ടിയ രാജ്യം. ഒരു ഡിമാൻഡ് ഇല്ല, നിങ്ങൾക്ക് ഇരിക്കട്ടെ, വെറുതെ കിട്ടിയതാണ്. ബാക്കി കാര്യങ്ങളിലേക്ക് ഒത്തിരി പറയാം, പരിമിതികൾ നിങ്ങൾക്കറിയാം, ചോദിച്ചാൽ പറയാം. അത്രയും കൊണ്ടുള്ള നിൽക്കട്ടെ. അങ്ങനെ അംഗസംഖ്യ വർദ്ധിച്ചു 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 പോയി. അവർ വളർന്നു. ആരും അംഗീകരിക്കാതെ വന്നപ്പോൾ 48 മെയ് 14 അവർ സ്വയം പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഇന്നു മുതൽ സ്വതന്ത്രവും പരമാധികാരവുമുള്ള ഒരു രാജ്യം. അമേരിക്ക അംഗീകരിച്ചു, UK അംഗീകരിച്ചു, ഇന്ത്യ അംഗീകരിച്ചു, മറ്റു പല രാജ്യങ്ങളും അംഗീകരിച്ചില്ല. ഇതൊക്കെ എന്തിനാ പറഞ്ഞില്ലേ? പിന്നീടുള്ള യുദ്ധവും അനന്തര കാര്യവുമൊക്കെ പറയാൻ ഈ പരിമിതിയുണ്ട്. ആ രാജ്യം തിരിച്ചു വന്നു. ഈ തിരിച്ചു വരവിൽ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാം. 6 ദിവസത്തെ യുദ്ധം എന്ന പേരിൽ ചരിത്ര പ്രസിദ്ധമായ യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ വെസ്റ്റ് ബാങ്കും അവർ പിടിച്ചു. വെസ്റ്റ് ബാങ്ക് മുഴുവൻ അവരുടെ പക്കലാക്കി. എന്ന് വെച്ചാൽ പഴയ ജെറുസലേം എന്ന് പറഞ്ഞ് ഞാൻ ആദ്യം പറഞ്ഞ ഇടം മുഴുവൻ യുദ്ധത്തിൻ്റെ കയ്യിലായി. ഓരോ യുദ്ധം കഴിയും തോറും ഈ ഭൂമി എസ്റ്റെൻഡ് ചെയ്ത് അവർ പിടിച്ചു. ഇപ്പോഴും നടക്കുക. ഒടുവിൽ ഇവിടെ തിരിച്ചടിക്കാൻ ശ്രമിച്ച അറബികൾ പലസ്തീനികൾക്ക് ഒരു പരാജയം. പല വഴിക്ക് ആക്രമിച്ച വഴിക്ക് ഒരിക്കലും തുറക്കാതെ കിടക്കുന്ന യെരുസലേമിന്റെ കിഴക്കേ വാതിൽ പരിസരത്ത് അവർ ക്യാമ്പ് ചെയ്തു. അവിടെ ആയുധം വിന്യസിക്കാൻ തുടങ്ങുമ്പോൾ അതിന് തയ്യാറെടുത്ത പടയാളികൾ പലരും മോഹാലസ്യപ്പെട്ടു വീണു. യുദ്ധം തുടരാനാവാതെ നിർത്തി സന്ധി സംഭാഷണങ്ങൾക്കൊടുവിൽ യുദ്ധം അവസാനിപ്പിച്ചു. സന്ധിയെല്ലാം കഴിഞ്ഞ് യുദ്ധത്തിൽ ഇടപെട്ട പാലസ്തീനികൾ പരസ്പരം ചോദിച്ചു, ഈ ദേവാലയം ഇരുന്ന സ്ഥലം ഇപ്പം നമ്മുടെ കയ്യിലാണ്, അവിടെ പള്ളികളുണ്ട്, പക്ഷെ എന്തുകൊണ്ട് അതിൻ്റെ കിഴക്കേ വാതിൽ നമുക്ക് ആക്രമിച്ച് പൊളിക്കാനാവുന്നില്ല? ചോദ്യം ശക്തിപ്പെട്ടപ്പോൾ ഉത്തരം യഹൂദ അറബിമാർ പറഞ്ഞു. വായിക്കാം ഒരു വേദഭാഗം. യെശയ്ക്കൽ പ്രവചനം 44-ാം അധ്യായം 1 മുതൽ വായിക്കണം. എന്തുകൊണ്ട് യെരുസലേമിന്റെ കിഴക്കേ വാതിൽ അടഞ്ഞു കിടക്കും? വായിക്കാം. 44-ന്റെ 1 മുതൽ. അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള, ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഒലിവുമലയ്ക്ക് അഭിമുഖമായുള്ള ആ ഗോപുരത്തിങ്കിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. എന്നാൽ അത് അടച്ചിരുന്നു. അന്നടച്ചതാ, പണ്ടേ അടച്ചതാ. എത്ര കാലഘട്ടം കഴിഞ്ഞു, ഇന്നും തുറന്നിട്ടില്ല. അവിടെ സ്തെഫാനോസ് പ്രസംഗിച്ചൊക്കെ അവിടെ നിന്നാണ്. എന്റെ കാര്യമൊക്കെ ഞാൻ പിന്നീട് പറയാം. അത് അടച്ചിരുന്നു. പിന്നെ അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം. ആരും അതിൽ കൂടി കടക്കരുത്. എന്താണ് കാരണം? ഒറ്റ കാര്യം, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നിരിക്കപ്പെട്ട അത് അടച്ചിരിക്കണം. ഇതിൽ കൂടി അകത്ത് കടന്നത് കൊണ്ട് അടച്ചിരിക്കണമെന്ന വാതിൽ ഞാൻ പ്രസംഗിക്കുന്ന പകലും
അടഞ്ഞവിടെ കിടക്കുക, തുറന്നിട്ടില്ല. തൊട്ടടുത്തൊരു മോസ്ക്, അപ്പുറത്ത് മാറിയൊരു മോസ്ക്. എത്ര യുദ്ധായുധം മനുഷ്യൻ കണ്ടുപിടിച്ചു. 2-3 മിനിറ്റുകൾ കൊണ്ട് പൊളിച്ച് തകർക്കാൻ പാകത്തിന് എത്രയെത്ര ആയുധങ്ങൾ, എത്രയെത്ര ഉപകരണങ്ങൾ ലോകം കണ്ടുപിടിച്ചു. തൊടാൻ പറ്റുന്നില്ല. 1919 അത് പൊളിക്കാൻ ശ്രമിച്ചതാ. ഞാൻ അതിലേക്കൊന്നും പോയില്ല. ഇടിച്ചു നിരത്താനാവാത്ത ഈ വാതിൽ ആര് തുറക്കും? ഈ ചോദ്യത്തിന് യഹൂദ റബിമാർ ഉത്തരം പറഞ്ഞു, ആർക്കും ഇത് തുറക്കാനാവില്ല. സീൽ ചെയ്ത ഗോപുരം. ഇതൊരു ദിവസം പക്ഷേ തുറക്കും. ഈ വാതിൽ ഒരു ദിവസം തുറക്കും. എന്നാണെന്ന് അറിയണ്ടേ? പണ്ട് ഇതിനകത്ത് വ്യാപരിച്ച ദൈവ തേജസ്, ആ തേജസ്സോടെ ഞങ്ങളുടെ മശിഹ ഒരു ദിവസം ഇതുവഴി വരും. അവന്റെ മുമ്പിൽ മാത്രമേ ഈ കഥക് തുറക്കൂ, മറ്റാർക്കും തുറക്കാൻ കഴിയുകയില്ല. അവനെ പൂരിപ്പിച്ച വാചകം നമുക്ക് ഇങ്ങനെ പറയാം: ആദ്യം അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ, അജയ്യനായവൻ, സർവശക്തനായവൻ, അവന് മുമ്പിൽ മാത്രം തുറക്കുന്ന വാതിലാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കൂ, അവന്റെ മുമ്പിൽ ഒരു വാതിലും അടയപ്പെടുകയില്ല. അവന്റെ വലങ്കരത്തില നമ്മൾ പിടിച്ചിരിക്കുന്നത്, നമ്മുടെ വലങ്കരത്തില അവൻ പിടിച്ചിരിക്കുന്നത്. ശ്രേഷ്ഠമേറിയ ആ പാരസ്പര്യമ ക്രിസ്തീയ ജീവിതത്തിന്റെ കരുത്ത്, ധൈര്യം അതാണെങ്കിൽ ഈ ശക്തി ഒരിക്കലും ഇതിനടുത്ത് നിന്ന് പ്രസംഗിച്ച് സ്തെഫാനോസ് വെളിപ്പെടുത്തിയത് അവിടെ നിന്ന് പ്രസംഗിച്ചപ്പോഴാ ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവപുത്രൻ പിതാവിന്റെ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്നതും ഞാൻ കാണുന്നു. തുറക്കപ്പെട്ട സ്വർഗം കർത്തൃത്വത്തിന് അവിടെ വെച്ച് കണ്ടെങ്കിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് നിന്ന് അവിടെ ഒരു ദിവസം ഇറങ്ങും. ഇടയ്ക്കുള്ളതൊക്കെ വിട്ട് ഞാൻ ഉപസംഹരിക്കാൻ സമയമായി. ആ വരുന്ന വഴിയാത്രയിൽ കർത്താവ് തിരുസഭയെ കൊണ്ടാണ്, അനുമ്പ് പുനരാഗമനെ കൊണ്ട് നമ്മളൊരു കൂടുണ്ട്. നാമുമായി കർത്താവ് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലത്തിൻ്റെ പേര് പറയൂ ഒലിവുമല. ആ ഒലിവുമല 2 പിടലും ഒരു താഴ്വര സംജാതമാകും. ഇപ്പോൾ ചെല്ലുന്നവർക്ക് കാണാം എക്സ്ട്രായലോൺ എന്ന് പറഞ്ഞൊരു താഴ്വര, ബെൻ ഹിന്നോം താഴ്വര എന്നൊക്കെ പറയും. 1000 ഫുട്ബോൾ ഗ്രൗണ്ട് കൂടുന്ന വലിപ്പോട്ട് അങ്ങനെ കിടക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ അഭിമുഖ യുദ്ധക്കളം. ആ യുദ്ധക്കളത്തിൽ കർത്താവ് തൻ്റെ വായിലെ ശ്വാസത്താൽ എതിർക്രിസ്തു എന്ന ദുഷ്ട ഭരണാധികാരിയെ ഉമിഴ്ന്നു കളയും. അവനോടൊപ്പം രക്ഷിതഗണങ്ങളിൽ അവിടുത്തെ തിരുസഭ കൂടെയുണ്ട്. ആ രക്ഷിതഗണവുമായി കർത്താവ് യെരുസലേമിന് അഭിമുഖമായി വരുന്ന രംഗം കണ്ട് സോളമൻ ചോദിക്കുകയാണ്, മരുഭൂമിയിൽ നിന്ന് പ്രിയന്റെ മേൽ ചാരി വരുന്ന ഇവൾ ആരാ? യേശുവിന്റെ തിരുസഭയെ കണ്ട് മനസ്സിലാകാത്ത ജ്ഞാനിയായ സോളമൻ ചോദിക്കുക, ഇതാരാ? സകല ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും ജാതിയിൽ നിന്നും ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങപ്പെട്ട തിരുസഭ. ആദ്യം ഓർമ്മപ്പെടുത്തി പോലെ ആ വിലയ്ക്ക് വാങ്ങാൻ ഉപയോഗിച്ച ദ്രവ്യം അവിടുത്തെ വിലപിടിപ്പുള്ള രക്തം. ജീവവൃക്ഷത്തിന്റെ ഫലമല്ല, മറഞ്ഞിരിക്കുന്ന മണ്ണയല്ല, 12 വിധ രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ട മനോഹര നഗരമല്ല, അതൊന്നും അല്ലെന്നേ സ്വർഗത്തിന്റെ പ്രസക്തി. മറിച്ച് യേശു അവിടെ ഉണ്ടെന്നുള്ളതാണ്. ഹല്ലേലൂയ. കർത്താവ് ഉള്ളതാ സ്വർഗത്തിന്റെ വില. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് ക്രിസ്തു സാന്നിധ്യമാണെങ്കിൽ, ആ സാന്നിധ്യം ഇന്ന് നമ്മുടെ ഈ മധ്യത്തിൽ ഉണ്ടെങ്കിൽ, സ്വർഗമേ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ, ദൈവമേ എന്ന് വിളിക്കുമ്പോൾ, ആ സ്വർഗീയ ചൈതന്യത്തിന്റെ ഒരളവാ നമുക്ക് ലഭിക്കും എന്ന് പറയട്ടെ. ഈ ശക്തി ഒരിക്കൽ ഇതിനടുത്ത് നിന്ന് പ്രസംഗിച്ച് സ്തെഫാനോസ് വെളിപ്പെടുത്തിയത് അവിടെ നിന്ന് പ്രസംഗിച്ചപ്പോഴാ ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവപുത്രൻ പിതാവിൻ്റെ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്നതും ഞാൻ കാണുന്നു. തുറക്കപ്പെട്ട സ്വർഗം കർത്തൃത്വത്തിന് അവിടെ വച്ച് കണ്ടെങ്കിൽ
മഹിമയുടെ വലത്തുഭാഗത്ത് നിന്ന് അവിടുന്ന് ഒരു ദിവസം ഇറങ്ങും. കൂടുണ്ട്. നാമുമായി കർത്താവ് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലത്തിനൊരു പേര് പറയും ഒലിവുമല. ആ ഒലിവുമല രണ്ടായി പിളരുമെന്ന്, ഒരു താഴ്വര സംജാതമാകും. ഇപ്പോൾ ചെല്ലുന്നവർക്ക് കാണാം എക്സ്ട്രായലോൺ എന്ന് പറഞ്ഞൊരു താഴ്വര, ബെൻ ഹിന്നോം താഴ്വര എന്നൊക്കെ പറയും. 1000 ഫുട്ബോൾ ഗ്രൗണ്ട് കൂടുന്ന വലിപ്പമുണ്ട്. അങ്ങനെ കിടക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അഭിമുഖ യുദ്ധക്കളം. ആ യുദ്ധക്കളത്തിൽ കർത്താവ് തൻ്റെ വായിലെ ശ്വാസത്താൽ എതിർക്രിസ്തു എന്ന ദുഷ്ടഭരണാധികാരിയെ ഉമിണ്ണുകളയും. അവനോടൊപ്പം രക്ഷിതഗണങ്ങളിൽ അവിടുത്തെ തിരുസഭ കൂടെയുണ്ട്. ആ രക്ഷിതഗണവുമായി കർത്താവ് യെരുസലേമിന് അഭിമുഖമായി വരുന്ന രംഗം കണ്ട് സോളമൻ ചോദിക്കുകയാണ്, മരുഭൂമിയിൽ നിന്ന് പ്രിയൻ്റെ മേൽ ചാരി വരുന്ന ഇവൾ ആരാണ്? യേശുവിൻ്റെ തിരുസഭയെ കണ്ട് മനസ്സിലാകാത്ത ജ്ഞാനിയായ സോളമൻ ചോദിക്കുക, ഇതാരാ? സകല ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും ജാതിയിൽ നിന്നും ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങപ്പെട്ട തിരുസഭ. ആദ്യം ഓർമ്മപ്പെടുത്തിയ പോലെ ആ വിലയ്ക്ക് വാങ്ങാൻ ഉപയോഗിച്ച ദ്രവ്യം അവിടുത്തെ വിലപിടിപ്പുള്ള രക്തം. ഹല്ലേലൂയ. അവിടെ ഒന്ന് കാര്യമായെന്ന് പറഞ്ഞോട്ടെ, ക്ഷമിക്കണേ. നമ്മൾ ഭൂമിയിൽ ഒത്തിരി പാട്ടുകൾ പാടും. കാസ് പറഞ്ഞ പോലെ സൗരന്മാരൊക്കെ നല്ല പാട്ടാണ്. ഇപ്പോൾ പലപ്പോഴും ഈ ഗദ്യം പാട്ട് പോലെ അങ്ങ് ആക്കുക. മ്യൂസിക്കെല്ലാം ഇട്ടിട്ട് വർത്തമാനം പറഞ്ഞാൽ അത് പാട്ട് പോലെ ആകും. ഒരു പാട്ടെടുത്ത കാലത്ത് കേട്ടില്ലേ, എന്താ ഇപ്പം ചെയ്യുക? നീ ഒന്നും ചെയ്യണ്ട. എന്തൊക്കെയാ പാട്ടാന്ന് പറഞ്ഞ് മനുഷ്യൻ പാടുന്നല്ലേ. എന്നാൽ നമ്മൾ ഇവിടുന്ന് ഒത്തിരി പാട്ട് പാടും. സ്വർഗീയ സന്തോഷത്തെക്കുറിച്ചൊക്കെ പാടും, നിത്യതയെക്കുറിച്ചൊക്കെ പാടും, തങ്കത്തെരുവീഥികളെക്കുറിച്ച് പാടും, മനോഹരങ്ങളായ രത്നഖചിതമായ കിരീടങ്ങളെക്കുറിച്ച് പാടും. പക്ഷേ സ്വർഗത്തെ സ്വർഗമാക്കുന്നത് തങ്കത്തെരുവീഥി അല്ല, നമുക്ക് കിട്ടുന്ന കിരീടവും അല്ല, ജീവവൃക്ഷത്തിൻ്റെ ഫലമല്ല, മറഞ്ഞിരിക്കുന്ന മന്നയല്ല, 12 വിധ രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ട മനോഹര നഗരമല്ല, അതൊന്നും അല്ലെന്നേ സ്വർഗത്തിൻ്റെ പ്രസക്തി. മറിച്ച് യേശു അവിടെ ഉണ്ടെന്നുള്ളതാണ്. ഹല്ലേലൂയ. കർത്താവ് അവിടെ ഉള്ളതാ സ്വർഗത്തിൻ്റെ വില. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് ക്രിസ്തു സാന്നിധ്യമാണെങ്കിൽ, ആ സാന്നിധ്യം ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ടെങ്കിൽ, സ്വർഗമേ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ, ദൈവമേ എന്ന് വിളിക്കുമ്പോൾ, ആ സ്വർഗീയ ചൈതന്യത്തിൻ്റെ ഒരളവാ നമുക്ക് ലഭിക്കുന്നത്. ഒന്ന് പറയട്ടെ, നമ്മളൊക്കെ ഇവിടെ വരും മുമ്പ് നമ്മുടെ പിതാക്കന്മാരൊക്കെ ഇവിടെ വന്നു. അന്ന് ഇങ്ങനെയുള്ള ജോലിയൊന്നും അല്ല. നമുക്ക് പ്രൊഫഷണൽ വിദ്യാഭ്യാസമൊക്കെ ആയിട്ടൊരു 30 കൊല്ലം 35 കൊല്ലത്തിൽ കൂടുതലായില്ല. അതിന് മുമ്പ് കട്ടിപ്പണിയല്ലേ. കപ്പലിലൊക്കെ വന്ന മനുഷ്യരില്ലേ, കട്ടിപ്പണി, അടിമത്തം. ഇന്നത്തെ സ്വാതന്ത്ര്യമൊന്നുമില്ല. 2-3 വർഷം കൂടുമ്പോൾ വീട്ടിലെത്തുന്ന അപ്പനെ കാണാൻ ഇങ്ങനെ നാട്ടുകാരെ നമ്മളെല്ലാം കൂടും. പെർഫ്യൂമുണ്ട്, വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ട്. പക്ഷേ ഇവിടെ അനുഭവിച്ച ത്യാഗമൊന്നും നമുക്കറിയില്ല. വരുമെന്നറിയുമ്പോഴേ നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ എഴുതും, അവിടുന്ന് വരുമ്പോൾ ഇന്നത് കൊണ്ടുവരണം, മക്കൾ എഴുതി ഇന്നത് കൊണ്ടുവരണം. പലതും ആളുകൾ എഴുതി വിടുമ്പോഴും ഒന്നും ചോദിക്കാത്ത ഒരാൾ വീട്ടിലുണ്ട്. അത് നമ്മുടെ അമ്മയായിരുന്നു. ഒന്നും ചോദിച്ചില്ല. ഒന്നും ചോദിക്കാതിരുന്നത്, ഒന്നും പറഞ്ഞില്ലെങ്കിലും കാന്തയ്ക്കറിയാം. പക്ഷെ വന്നപ്പോഴേ മകക്കൊള്ള കൊടുത്തു, എല്ലാവർക്കും കൊടുത്തെങ്കിലും കാന്തൻ വെറും കൈയോടല്ല വന്നത്. ഏറ്റവും വിലപിടിപ്പുള്ളൊരു ഗിഫ്റ്റ് കാന്തയ്ക്കുണ്ട്. എന്നാൽ അതുപോലും വാങ്ങി മാറ്റി വെച്ചിട്ട് കാന്ത പറയുക, ഇതൊന്നും വേണ്ട, ഞാൻ ഇതിനല്ല കാത്തത്, അങ്ങയെ കാണാനാ കാത്തിരുന്നേ. നമുക്ക് പറയാം, സ്വർഗത്തിലും
നിന്നെ അല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് തിരുസാന്നിധ്യമാണ്. തങ്കക്കിരീടങ്ങളല്ല, മനോഹരമായ ഗോപുരങ്ങളല്ല, ആ കാഴ്ചകളൊന്നും ഞങ്ങളെ ആവേശഭരിതരാക്കുന്നില്ല. അവിടെ കിട്ടുന്ന പ്രതിഫലങ്ങളല്ല ഞങ്ങളുടെ ആവേശം. ഞങ്ങൾക്കായി ക്രൂശിക്കപ്പെട്ട അങ്ങവിടെ ഉണ്ടെന്നുള്ള ഓർമ്മ, ആ തിരുമുഖം കാണണമെന്നുള്ള ആഗ്രഹം. സ്വർഗത്തിലും നിന്നെയല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അവൻ അങ്ങയുടെ മനോഹരത്വം കാണുവാൻ, ആ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ. ആ ക്രിസ്തുവിനെ ഇന്നിരു പകൽ ആർക്കാവശ്യമുണ്ട്? ആ ക്രിസ്തു സാന്നിധ്യം, ആ ക്രിസ്തു മൂല്യം അവർക്ക് ആവശ്യമുണ്ട്. ക്രിസ്തുരഹിതമായ ഒരു സ്വർഗത്തെയും ജീവിതത്തെയുമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ക്രിസ്തു സാന്നിധ്യമില്ലാത്ത ഒരു നിമിഷവും സന്തോഷപ്രദമല്ല, ഉന്മേഷപ്രദമല്ല. ക്രിസ്തു സാന്നിധ്യം സുപ്രധാനം. ഈ ക്രിസ്തു നമ്മെ ചേർക്കാൻ ഒലിമലയിൽ വന്ന് ശത്രുവിനെ നിഗ്രഹിച്ച് ജയോത്സവത്തോടെ പഴയ ആ യെറുസലേമിലേക്ക് വരുമ്പോൾ നാളുകളായി അടയപ്പെട്ട് കിടന്ന യെറുസലേമിൻ്റെ കിഴക്കേ വാതിൽ പ്രകമ്പനം കൊള്ളുമാർ, മിന്നൽപ്പിണറുകൾ വ്യാപരിക്കുമാറ് അത് സ്ഫോടക ശബ്ദത്തോടെ രണ്ടായി പിളർന്നു മാറി. അവൻ്റെ മുമ്പാകെ മലർക്ക തുറന്ന് സഭ ജയഭേരി മുഴക്കി അകത്തേക്ക് പ്രവേശിക്കുന്ന രംഗം യുഗങ്ങൾക്കപ്പുറമേ ദാവീദ് ആത്മാവിൽ കണ്ടിട്ട് ഈ രംഗത്തെ മുൻകൂട്ടി എഴുതി വെക്കുക. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഒരു ഗായക സംഘം പാടുമ്പോൾ ആളുകൾ ചോദിക്കുക, മഹത്വത്തിന്റെ രാജാവാർ? ബലവാനും വീരനുമായ യഹോവ, അവനാകുന്നു നമ്മുടെ രാജാവ്. ഹല്ലേലൂയ. അന്നവർ കുത്തിയവങ്കിലേക്ക് നോക്കും, അവർ അവനെ തിരിച്ചറിയും. യെരുസലേമേ യെരുസലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അകച്ചിരിക്കുന്നവരെ കല്ലെറിയും ചെയ്യുന്നവളെ, കോഴി തന്റെ മക്കളെ ചിറകടിയിൽ കാത്തു സൂക്ഷിക്കും പോലെ നിന്നെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നോ, നിനക്കോ മനസ്സായില്ല. ഞാനിതാ വിട്ടുപിരിയുന്നു, ഒരു ദിവസം ഞാൻ തിരികെ വരും. അന്ന് ഇന്നെന്നെ തള്ളിക്കളഞ്ഞ നീ ഹൃദയം തുറന്നിട്ട് വിളിച്ചു പറയും, യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, വാഴ്ത്തപ്പെട്ടവൻ, വാഴ്ത്തപ്പെട്ടവൻ. നോക്കണമേ, ജൂത സമൂഹം വാഴ്ത്തപ്പെട്ടവനെന്ന് വിളിക്കുന്നവനെ നമ്മൾ കാന്ത എന്ന് വിളിച്ചുകൊണ്ട് ആ തിരുവാർവിൽ ചേർന്ന് നിൽക്കുന്ന മനോഹാരിതയുടെ അസുലഭ നിമിഷങ്ങളെ ഇന്ന് കണ്ടുകൊണ്ട് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് അവിടുത്തെ സന്നിധിയിലായിരിക്കാം. പാട്ടുപാടി കർത്താവിനെ ആരാധിച്ച് മഹത്വം കൊടുത്ത് സന്തോഷചിത്തരായി വേണം ഓരോ ദൈവമക്കളും ആരാധിച്ച് ബലപ്പെട്ട് വേണം ഇന്നിവിടം വിട്ട് പിരിയാൻ. ഈ പിരിയുന്നതോടൊപ്പം ഒരു കാര്യം ഉറപ്പിച്ചു കൊള്ളണം, ക്രിസ്തുവിനെ കൂടാതെ അവിടുത്തെ വരവിനൊരുങ്ങാതെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം. രക്ഷാ നിർണയം പ്രാപിച്ച് സ്നാനമേറ്റ് വിശുദ്ധ ജീവിതം നയിച്ച് പുനരാഗമനത്തിന് കാത്തിരിക്കണം. ആത്മനിറവിനെ പ്രാപിക്കണം. യേശുവിനെ പ്രസംഗിച്ച് അതിവേഗത്തിൽ, പരമാവധി വേഗത്തിൽ പകലിടത്തോളം അയച്ചവന്റെ വേല ചെയ്യണം. ആ സേവനത്തിൽ ഉത്കൃഷ്ടരായി മുമ്പോട്ട് പോകാൻ നമുക്കൊരുങ്ങാം, ഉണരാം, ജാഗരിക്കാം, കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവി വചനങ്ങളാൽ സമൃദ്ധമായി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.